നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. നമുക്ക് മെയിൻലി ഇപ്പൊ നിങ്ങൾ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എപ്പോഴും റിവിഷൻ സെഷനിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചിട്ട് വരണം. അപ്പം ഇന്നത്തെ സെഷനിൽ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോവാം. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഇൻ ആൻജിയോസ്പോംസ്? ആൻജിയോസ്പോംസിലെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്താണ്? ഫ്ലവേഴ്സ് ആണോ, സ്റ്റോക്ക് ആണോ, പെഡിസൽ ആണോ, ലീഫ് ആണോ? ഏതാണ്? അറിയാവോ? ഫ്ലവേഴ്സ്. അതെ, അതായത് ആൻജിയോസ്പോംസിന്റെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവേഴ്സ് ആണ്. ആൻജിയോസ്പോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണല്ലേ നമ്മൾ ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. അപ്പം ആൻജിയോസ്പോംസ് എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതിന്റെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഫ്ലവേഴ്സ് തന്നെയാണ്. ഈ ഫ്ലവറിനുള്ളിൽ എന്തൊക്കെയുണ്ട്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ട്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ആൻഡ്രീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ പറയുന്ന പേര് ആൻഡ്രീഷ്യം. ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. അപ്പം ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പം ഈ ഫ്ലവറിനുള്ളിൽ എന്തുണ്ട്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന ആൻഡ്രീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഗൈനീഷ്യവും ആണ്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ. സ്റ്റേമനിൽ എന്തൊക്കെ പാർട്സ് ആണുള്ളത്? ആന്തർ ഉണ്ട്, ഫിലമെന്റ് ഉണ്ട്. ആന്തർ, ഫിലമെന്റ് ആൻഡ് കണക്റ്റീവ് ആണ് എന്ത്? സ്റ്റേമന്റെ ഡിഫറെന്റ് പാർട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഗൈനീഷ്യം ആണ്. ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് കാർപ്പൽ അല്ലെങ്കിൽ എന്താണ്? പിസ്റ്റിലാണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് പാർട്സ് എന്തൊക്കെയാണ്? സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസ് ഏതിനുള്ളിലാണ് പ്രൊഡ്യൂസ് ആവുന്നത്? ആന്തറിനുള്ളിലാണ്. അപ്പൊ ആന്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഫോൾ ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റിഗ്മയാണ്. സ്റ്റൈലാണ് അത് ഗൈഡ് ചെയ്ത് ഓവറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആൻജിയോസ്പോംസ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അവിടുത്തെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന ഫ്ലവർ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വാട്ട് ആർ ദ 4 ഗോൾസ് ഓഫ് ഫ്ലവർ അറേഞ്ച്ഡ് ഓൺ? അപ്പം ഈ ഫ്ലവേഴ്സിന്റെ ഈ 4 ഇതളുകൾ എവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അറിയാവോ? തലാമസ്. അതായത് ഓപ്ഷൻ ഡി ആണ്, തലാമസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ 4 ഗോൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണല്ലോ. നമ്മൾ ഈ 4 ഇതളുകളും അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ടിനെ പറയുന്ന പേര് തലാമസ് എന്നാണ്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കളക്ഷൻ ഓഫ് സെപ്പൽസ് കോൾഡ്? സെപ്പൽസ് എന്ന് പറയുന്ന ആ ഗ്രീൻ കളറായ ഇല, ആ സെപ്പൽസിന്റെ കളക്ഷനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സെപ്പൽസിന്റെ കളക്ഷൻ എന്താണ് പറയുന്നത്? ഇതാണ് സെപ്പൽ എന്ന് പറയുന്ന പാർട്ട്. സെപ്പൽസിന്റെ കളക്ഷനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി കൊറോള, ഓപ്ഷൻ സി പെറ്റൽ, ഓപ്ഷൻ ഡി സ്റ്റൈൽ. കളക്ഷൻ ഓഫ് സെപ്പൽസ് എന്ന് പറയുന്നത് എന്താണ്? കാലിക്സ് ആണ്. കളക്ഷൻ ഓഫ് സെപ്പൽസ്. അപ്പം സെപ്പൽസിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കാലിക്സ് ആണ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആന്തർ ആൻഡ് ഫിലമെന്റ് ഫോം. ഞാൻ പറഞ്ഞു ആന്തറും ഫിലമെന്റും എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനുള്ളിൽ വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ ഇതിൽ എന്താണ് പറയുന്നത്? ഗൈനീഷ്യം ആണോ, കാലിക്സ് ആണോ, ആൻഡ്രീഷ്യം ആണോ, കൊറോളയാണോ? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ആൻഡ്രീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് ആൻഡ്രീഷ്യം ആണ് അല്ലെ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആൻഡ്രീഷ്യം ആണ്. ആൻഡ്രീഷ്യം ആണ് എന്ത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം ആണ്. ആൻഡ്രീഷ്യത്തില് ഒരുപാട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട്. അതിൽ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റേമൻ എന്ന് പറയും. സ്റ്റേമന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? ആന്തർ ഉണ്ട്, ഫിലമെന്റ് ഉണ്ട്, അത് കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് സെക്ഷൻസ് ഉണ്ട്. അപ്പം ഈ ആന്തറിനുള്ളിലാണ് എന്ത്? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ആവുന്നത്. പോളൻ ഗ്രെയിൻസിന്റെ മറ്റൊരു പേരാണ് എന്ത്?
പൂമ്പൊടി. പോളൻ ഗ്രെയിൻസിന്റെ മറ്റൊരു പേര് മൈക്രോസ്പോർസ് എന്നാണ്. ഈ മൈക്രോസ്പോർസ് ഏതിനുള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേമന്റെ ആന്തറിനുള്ളിലാണ് എന്ത് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം? മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന ആൻഡ്രീഷ്യമാണ്. അതുപോലെ ഫീമെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ചോദിച്ചാൽ എന്ത് പറയണം? ഗൈനീഷ്യമാണ്. അപ്പൊ ആൻഡ്രീഷ്യത്തിൽ ഒരുപാട് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് സ്റ്റേമൻ. സ്റ്റേമനിൽ ഉള്ള 3 പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആന്തർ ഉണ്ട്, ഫിലമെന്റ് ഉണ്ട്, കണക്റ്റീവ് ഉണ്ട്. ആന്തർ എന്ന് പറയുന്നത് ഒരു ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ്, 2 ലോബുള്ള സ്ട്രക്ചർ ആണ്. ഓരോ ലോബിനുള്ളിലും 2 പോളൻ സാക്സ് വീതമാണ് ഉള്ളത്. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസിന്റെ മറ്റൊരു പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ്. ഈ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഈ മൈക്രോസ്പോർസ് എവിടെയാണ് പ്രൊഡ്യൂസ് ആവുന്നതെന്ന് ചോദിച്ചാൽ സ്റ്റേമനിലെ ആന്തർ എന്ന പാർട്ടിനുള്ളിലാണ് എന്ത് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 4ാമത്തെ ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് സെൽഫ് പോളിനേഷൻ? എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്? അപ്പം ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? പോളൻ ഓഫ് എ ഫ്ലവർ ഫോളിംഗ് ഓൺ അനദർ ഫ്ലവർ. അടുത്തത് പോളൻ ഓഫ് എ ഫ്ലവർ ഫോളിംഗ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഇനി പോളൻ ഓഫ് ദ ഫ്ലവർ ഫോളിംഗ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. അടുത്തത് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന പോളൻ ഓഫ് എ ഫ്ലവർ ഫോളിംഗ് ഓൺ എനി ഫ്ലവർ. ഇതിൽ ഏതാണ് സെൽഫ് പോളിനേഷൻ? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സെൽഫ് പോളിനേഷൻ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്? സെൽഫ് കോർഡിനേഷൻ ഇതിൽ ഏതാ വരുന്നത്? അതെ, 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോളൻ ഗ്രെയിൻസ് പോളൻ ഗ്രെയിൻസ് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സ്റ്റേമന്റെ ആന്തറിനുള്ളിലാണ് ഈ പൂമ്പൊടി ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ആന്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ പോളൻ ഗ്രെയിൻസ് ഫോൾ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? സ്റ്റിഗ്മയാണ്. ആ സെയിം ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിലാണ് ഫോൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് പോളൻ ഓഫ് എ ഫ്ലവർ ഫോളിംഗ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ആണ് എന്ത്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ആൻഡ്രീഷ്യം പ്രൊഡ്യൂസ്? ഇതില് ആൻഡ്രീഷ്യം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പൊ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ആൻഡ്രീഷ്യം പ്രൊഡ്യൂസ്? സ്പോർസ് ആണോ, മൈക്രോസ്പോർസ് ആണോ, എഗ് ആണോ, ഒബ്യൂൾ ആണോ? ആൻഡ്രീഷ്യം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പറഞ്ഞേ. പോളൻ ഗ്രെയിൻസിന്റെ മറ്റൊരു പേര് പോളൻ ഗ്രെയിൻസ് ഇല്ല. അപ്പൊ എന്താണ്? മൈക്രോസ്പോർസ് ആണ്. അപ്പൊ 6ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോസ്പോർ. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് എന്ത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആൻഡ്രീഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് ആണ്. അപ്പൊ 6ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ പോളൻ സാക്സ് കോൾഡ്? പോളൻ സാക്കിന്റെ മറ്റൊരു പേര്. പോളൻ ഗ്രെയിനിന്റെ പേര് മൈക്രോസ്പോർ ആണ്. പോളൻ സാക്കിന്റെ മറ്റൊരു പേര് എന്താണ്? 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? അതെ, ഓപ്ഷൻ സി ആണ്, മൈക്രോസ്പൊറാഞ്ചി ആണ്. പോളൻ ഗ്രെയിൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റരുത്, മൈക്രോസ്പോർസ് ആണ്. വാട്ട് ആർ പോളൻ സാക്സ് കോൾഡ്? പോളൻ സാക്സ് എന്ന് പറയുന്നത് എന്താണ്? എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം ആർ. ഇതെന്ന് പറയുന്ന എന്തിന്റെ ലെയേഴ്സ് ആണ്? പോളൻ സാക്കിന്റെ ലെയേഴ്സ് ആണോ, പോളൻ ഗ്രെയിൻസിന്റെ ലെയേഴ്സ് ആണോ, വോൾ ഓഫ് ആന്തർ ആണോ, എപ്പിഡെർമൽ ആണോ? ഏതാണ്? അറിയാവോ? അല്ല. എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റോ എന്ന് പറയുന്നത് എന്താണ്? വോൾ ഓഫ് ആന്തർ ആണ്. അതെ, ഓപ്ഷൻ ബി. അതെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ഈ ഒരു ഫിഗർ കണ്ടായിരുന്നു, ഇതെന്ന് പറയുന്ന ആന്തറിന്റെ വോൾ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. അത് കഴിഞ്ഞ് എൻഡോതീഷ്യം, ദെൻ മിഡിൽ ലെയർ, ദെൻ മൈക്രോസ്പോർ, മദർ സെല്ല് ആൻഡ് ടപ്പീറ്റം. ഇതില് ഏറ്റവും ഔട്ടർ മോസ്റ്റ് 3 ലെയേഴ്സ് ആണ് എന്തൊക്കെ? എപ്പിഡെർമിസ് ഉണ്ട്, എൻഡോതീഷ്യം ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്. ഈ 3 ലെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. പിന്നെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാതെ ഈ 3 ലെയറിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത ടപ്പീറ്റം. ടപ്പീറ്റം എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡെവലപ്പ് ആവുന്ന പോളൻ ഗ്രെയിൻസിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് എന്ത്? ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം എന്ന് പറയുന്നത് എന്താണ്? വോൾ ഓഫ് ആന്തർ ആണ്. തെറ്റിക്കരുത്. ക്ലിയർ ആണോ? 8ാമത്തെ ക്വസ്റ്റ്യൻ.
ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. എക്സൈൻ ഈസ് മേഡ് ഓഫ്. എക്സൈൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ വാസ്കുലാർ സ്റ്റാൻസ്, സ്പോറോപോളനിൻ, പാരൻകേമ, മെരിസ്റ്റമാറ്റിക് സെൽസ്. ഇതിൽ ഏതുകൊണ്ടാണ് എക്സൈൻ നിർമ്മിച്ചിട്ടുള്ളത്? ഈ എക്സൈൻ എന്തിന്റെ ഭാഗമാണെന്ന് അറിയാവോ? എന്തോ? അതെ അതെ ഇല്ലേ. അപ്പൊ എക്സൈൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? എക്സൈൻ ഈസ് മേഡ് ഓഫ് സ്പോറോപോളനിൻ. നമ്മൾ പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ നോക്കിയ സമയത്ത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്സൈൻ എന്ന് പറയുന്നത്. ഇന്നർ ലെയർ എന്തായിരുന്നു? ഇൻഡെയിൻ ആയിരുന്നു. അപ്പം ഈ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എക്സൈൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സ്പോറോപോളനിൻ ആണ്. ഈ സ്പോറോപോളനിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ആണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് എത്ര വലിയ ടെമ്പറേച്ചർ ആയാലും, ഹൈ ടെമ്പറേച്ചർ, ഹൈ അസിഡിക് കണ്ടീഷൻ, ആൽക്കലൈൻ കണ്ടീഷൻ, ഇതിലൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുവരെ ഒരു എൻസൈംസിനും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? നമ്മുടെ സ്പോറോപോളനിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എന്ത് പറയാം? മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ് എന്ത്? സ്പോറോപോളനിൻ. ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് നമുക്ക് എന്താണ് പോളൻ ഗ്രെയിൻസ് ഒരുപാട് നാളത്തേക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. എന്ത് പ്രോപ്പർട്ടി കൊണ്ടാണ്? അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയ എക്സൈൻ സ്പോറോപോളനിൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതെന്ന് പറയുന്ന ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ക്ലിയർ ആണോ 9ാമത്തെ ക്വസ്റ്റ്യൻ? അല്ലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് മാം, ക്ലിയർ ആണ്. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പോളൻ വയബിലിറ്റി ഈസ്. പോളൻ വയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എബിലിറ്റി ടു ജെർമിനേറ്റ് ആണോ, ടൈം ടേക്കൺ ടു മെച്യൂർ ആണോ, ഓർ ഡെഹിസൻസ് ആണോ, ഓർ സെനിസൻസ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? പോളൻ വയബിലിറ്റി എന്താണ്? അറിയാവോ? എബിലിറ്റി ടു ജെർമിനേറ്റ്. അതെ, പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു ജെർമിനേറ്റ് ആണ്. അപ്പൊ പോളൻ വയബിലിറ്റി എന്ന് വെച്ചാൽ ഒരു പോളൻ ഗ്രെയിനിന് എത്ര പീരീഡ് ഓഫ് ടൈം വരെ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഫെർട്ടിലൈസ്ഡ് ആകാൻ പറ്റും, അതിനെയാണ് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. സ്പീഷ്യസ് ടു സ്പീഷ്യസ് എന്താണ് പോളൻ വയബിലിറ്റി വേരി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ റൈസ്, വീറ്റിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ അതിന്റെ പോളൻ വയബിലിറ്റി വെറും 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതേസമയം ചില ഹയർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിലൊക്കെ ഈ പോളൻ വയബിലിറ്റി എന്ന് പറയുന്ന ഫ്യൂ അവേഴ്സ് തൊട്ട് ദിവസങ്ങൾ വരെ ഉണ്ടാവും. ഈ പോളൻ വയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എബിലിറ്റി ടു ജെർമിനേറ്റ് ആണ് എന്ത് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിന്റെ 10ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ. പോളൻ ഗ്രെയിൻസ് നശിക്കാതിരിക്കാൻ നമുക്ക് എന്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും? ലിക്വിഡ് ഓക്സിജൻ ആണോ, ലിക്വിഡ് ഹൈഡ്രജൻ ആണോ, ലിക്വിഡ് ഓസോൺ ആണോ, അതേ ലിക്വിഡ് നൈട്രജൻ ആണോ? ലിക്വിഡ് നൈട്രജൻ. ലിക്വിഡ് നൈട്രജൻ ആണ് അല്ലെ പോളൻ ഗ്രെയിൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് നാളത്തേക്ക് പോളൻ ഗ്രെയിൻസ് നമുക്ക് എന്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും? ലിക്വിഡ് നൈട്രജന്റെ പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് -196°C നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേറ്റർ യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു പോളൻ ഗ്രെയിൻസ് പിന്നീട് നമുക്ക് ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് പ്രോഗ്രാംസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഓർത്തോണ്ട് -196°C ആണ് നമുക്ക് പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്ന എന്തിലാണ്? ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം 11ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത് നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പോളൻ ഗ്രെയിൻ ഈസ് ഓൾസോ നോണസ്. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തു പോളൻ ഗ്രെയിനിന്റെ മറ്റൊരു പേരെന്താണ്? മൈക്രോസ്പോർ. പോളൻ സാക്കിന്റെ എന്തായിരുന്നു? മൈക്രോസ്പോറാഞ്ചിയം. അതെ, മൈക്രോസ്പൊറാഞ്ചിയ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഈസ് കമ്പോസ്ഡ് ഓഫ്. പോളൻ ഗ്രെയിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഹാർഡർ ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? എക്സൈൻ ആണ്. എക്സൈൻ എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സ്പോറോപോളനിൻ ആണ്. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് സിൻകാർപ്പസ് മീൻസ്? സിൻകാർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് സിൻകാർപ്പസ്? എന്താണ് സിൻകാർപ്പസ് എന്ന് പറയുന്നത്? അറിയാവോ? ഫ്യൂസ്ഡ് കാർപ്പൽസ് ആണോ? അതെ, സിൻകാർപ്പസ് എന്ന് പറയുന്നത് ഫ്യൂസ്ഡ് കാർപ്പൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൻകാർപ്പസ് എന്ന് പറയുന്നത്.
അതായത് നമ്മള് ഗൈനീഷ്യം എന്ന് ഗൈനീഷ്യം നമ്മുടെ ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്ത് ഗൈനീഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഗൈനീഷ്യം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് നമ്മൾ ഫിഗർ വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പലാണ്. അപ്പൊ ചിലപ്പോൾ ഫ്ലവേഴ്സിൽ എന്തായിരിക്കും? സിംഗിൾ പിസ്റ്റൽ ആയിരിക്കും ഉള്ളത്. സിംഗിൾ പിസ്റ്റൽ ഉള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോ കാർപ്പിലറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിംഗിൾ പിസ്റ്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോണോ കാർപ്പിലറി എന്ന് പറയാം. ഇനി പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ പിസ്റ്റൽ, ഒന്നിലധികം പിസ്റ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൾട്ടി കാർപ്പിലറി എന്ന് പറയാം. അപ്പൊ ഒന്നിലധികം പിസ്റ്റൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരുമിച്ച് ഫ്യൂസ്ഡ് ആയിരിക്കും. ഫ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ സിൻകാർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് പിസ്റ്റൽ ഫ്രീ ആണെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണെന്ത്? അപ്പോകാർപ്പസ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ എന്ന് പറയുന്ന ഗൈനീഷ്യമാണ്. ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പലാണ്. ഇപ്പൊ സിംഗിൾ പിസ്റ്റൽ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ മോണോ കാർപ്പിലറി എന്നും, മോർ ദാൻ വൺ പിസ്റ്റൽ ഉണ്ടെങ്കിൽ മൾട്ടി കാർപ്പിലറി എന്നും പറയും. ഇപ്പൊ മോർ ദാൻ വൺ പിസ്റ്റൽ ആണെങ്കിൽ അത് ചിലപ്പോൾ ഫ്യൂസ്ഡ് ടുഗദർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കും. ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ സിൻകാർപ്പസ് എന്ന് പറയും, ഫ്രീ ആണെങ്കിൽ അപ്പോകാർപ്പസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? സിൻകാർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സിൻകാർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂസ്ഡ് കാർപ്പലാണ്. ഇനി അപ്പോകാർപ്പസ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ എന്താണ്? കാർപ്പൽ ഫ്രീ ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പോകാർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ 14ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ മാം. ഇനി 15ാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. ഹൗ ടു ഐഡന്റിഫൈ ദ ഓവറി. നമുക്ക് എങ്ങനെ ഓവറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിന്റെ മൾട്ടിപ്പിൾ ലെയർ ആണോ, അത് തിൻ ആൻഡ് ഷോർട്ട്, ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ബേസൽ സ്വെല്ലൻ പാർട്ട്? ആദ്യം ഒരു ഫ്ലവറിന്റെ നമ്മളൊരു പിക്ചർ കാണിച്ചായിരുന്നല്ലോ, അതിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയായിരുന്നു ഓവറി എന്ത് സ്ട്രക്ചർ ആയിരുന്നു. ഓവറി എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഏത് ഓപ്ഷനാ? ഡി, സ്വെല്ലൻ പാർട്ട്. അതെ, ഓവറി കണ്ടോ, ബേസ് സ്വെല്ലൻ ആയിട്ടുള്ള പാർട്ടാണ്. അപ്പൊ ഓവറി നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡി ആണ്, ബേസൽ സ്വെല്ലൻ പാർട്ടാണ്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ദ സ്റ്റിഗ്മ ഡു? ഇതിലെ സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്താണ്? ഈ സ്റ്റിഗ്മ എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മൾ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന ആന്തർ ആണ്. ഈ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ എവിടെയാണ് ഫോളോ ചെയ്യുന്നത്? സ്റ്റിഗ്മയിലാണോ വന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇതിൽ സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ആണോ, അതേ സപ്പോർട്ട് ആണോ, അതേ കണക്ഷൻ ആണോ, റീപ്രൊഡ്യൂസ് ആണോ? ഏതാണ്? അറിയാവോ? റീപ്രൊഡ്യൂസ് മാം. അല്ല, സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്ന കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ്. നമ്മുടെ ആന്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ എവിടെയാണ് ഫോളോ ചെയ്യുന്നത്? സ്റ്റിഗ്മയിലാണ്. അപ്പൊ സ്റ്റിഗ്മയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഈ ഒരു പോളൻ ഗ്രെയിന് ഫെർട്ടിലൈസേഷന് വിധേയമാക്കാൻ കാപ്പബിലിറ്റി ഉണ്ട്. ഇത് കോമ്പാറ്റബിൾ ആണോ അതോ ഇൻകോമ്പാറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് എന്ത്? സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പം സ്റ്റിഗ്മ എന്ന് പറയുന്നത് എന്താണ്? പോളൻ ഗ്രെയിനിന്റെ ലാൻഡിംഗ് സർഫസ് ആണ്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? പോളൻ ഗ്രെയിൻ കോമ്പാറ്റബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ 16ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് കണ്ടീഷൻ ഷുഡ് ബി ഓവറീസ് ബി ഫ്രീ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓവറി ഫ്രീ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? അപ്പോകാർപ്പസ്. അതെ, അപ്പോകാർപ്പസ്. 17ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി പാപ്പിവർ ഈസ്, ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? അപ്പോകാർപ്പസിന്റെ എക്സാമ്പിൾ ആണോ? ഇതിന്റെ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്? 18ാമത്തെ ക്വസ്റ്റ്യൻ NCERT-യിൽ ഈ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഓർത്തിരിക്കണം. പാപ്പിവർ എന്ന് പറയുന്ന സിൻകാർപ്പസ് കണ്ടീഷന് എക്സാമ്പിൾ ആണ്. സിൻകാർപ്പസ് കണ്ടീഷനിൽ എക്സാമ്പിൾ ആണ്. അപ്പൊ ഫ്യൂസ്ഡ് ഓവറി ആണ് അവിടെ വരുന്നത്. അപ്പൊ പാപ്പിവർ എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? സിൻകാർപ്പസ് കണ്ടീഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെഗാസ്പൊറാഞ്ചിയ? എന്താണ് മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്? പിസ്റ്റിലാണോ, കാർപ്പലാണോ, ഒവ്യൂൾ ആണോ, സ്റ്റിഗ്മയാണോ? ഒവ്യൂൾ ആണ് അല്ലെ. മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ഒവ്യൂൾ ആണ്. അതായത് നമ്മള് ഒവ്യൂളിന്റെ ഡെവലപ്മെന്റ്, മെഗാസ്പോർ ഫോം ചെയ്യുന്നവരെയുള്ള ഒവ്യൂളിന്റെ ഡെവലപ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ഒവ്യൂൾ ആണ്. അപ്പൊ 19ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത് 20ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് സ്റ്റോക്ക് കോൾഡ്? ഓവറിയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്?
ഫ്യൂണിക്കിൾ, അതെ, ഫ്യൂണിക്കിൾ ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം 20ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഫ്യൂണിക്കിൾ ആണ്. നമ്മുടെ ഒബ്യൂൾ എന്ന് പറയുന്നത് സ്റ്റോക്ക്ഡ് ആണ്. ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഫ്യൂണിക്കിൾ ആണ് ഓവറിനെ പ്ലാസന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ പോയിന്റിനെയാണ്, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ ഹൈലോ എന്ന് പറയുന്നത്. ഹൈലോ എന്ന് പറയുന്ന സ്മോൾ ഓപ്പണിംഗ് ആണ്, അതിൽ കൂടെയാണ് ഓവറിലോട്ട് വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ കടക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫ്യൂണിക്കിൾ ആണ്. ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദി സ്റ്റോക്ക്, സ്റ്റോക്ക് എന്ന് പറയുന്ന ഫ്യൂണിക്കിൾ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി 21ാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാസേജ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ഓവറി ഈസ് കോൾഡ്. ഓവറിയുടെ ഒരു എൻഡിലെ പാസേജിന് എന്താണ് പറയുന്നത്? ഓവറിയിൽ 2 എൻഡ് ഉണ്ടല്ലോ, മൈക്രോ പൈലാർ എൻഡും ഉണ്ട്, ചലാസൽ എൻഡും ഉണ്ട്. അപ്പൊ ഒരു എൻഡിൽ ഒരു പാസേജ് ഉണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് അതിന് എന്താണ് പറയുന്നത്? പാസേജ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ഓവറി ഈസ് കോൾഡ് എന്താണ്? മൈക്രോ പൈലാണോ, ഫ്യൂണിക്കിൾ ആണോ, ചലാസയാണോ, ഹൈലമാണോ? അപ്പോഴേ ഓർത്തോളണം, ഓവറിയുടെ 2 എൻഡ് ഓർത്തോളണം, മൈക്രോ പൈലാർ എൻഡും ചലാസൽ എൻഡും. അതിൽ ഓപ്പണിംഗ് ഉള്ള ഭാഗം എന്താണ്? മൈക്രോ പൈലാണ്. 21ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മൈക്രോ പൈലാണ്. മൈക്രോ പൈൽ എന്ന് പറയുന്നത് എന്താണ്? ഓവറിയുടെ ഒരു എൻഡിൽ കാണപ്പെടുന്ന പാസേജ് അല്ലെങ്കിൽ ആ ഒരു പോറിനെയാണ് നമ്മൾ മൈക്രോ പൈൽ എന്ന് പറയുന്നത്. അതൊരു സ്മോൾ ഓപ്പണിംഗ് ആണ്, അതിൽ കൂടെയാണ് വാട്ടറും എയറും ന്യൂട്രിയൻസും ഒക്കെ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്മോൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മൈക്രോ പൈലാർ ഓപ്പണിംഗ് ആണ്. അപ്പൊ 21ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് അപ്പാരറ്റസ് ഈസ് എ മാസ്. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് അപ്പാരറ്റസ് ഈസ് എ മാസ് ഓഫ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓൺ സൈനർജിഡ് വോൾ. സൈനർജിഡ് വോളിൽ കാണുന്ന ആ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പറയുന്ന പേരെന്താണ്? Filiform. 22ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫില്ലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അത് കാണപ്പെടുന്ന സൈനർജിഡ് വോൾ ആണ്. അത് കാണാതിരിക്കാൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ, ഫില്ലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ഗാമറ്റോഫൈറ്റിനെ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുക എന്നതാണ് എന്ത്? ഫില്ലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ 22ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഫില്ലിഫോം ആണ്. ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെൽ ഓഫ് എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ ഏതാണ്? സെൻട്രൽ സെൽ. എംബ്രിയോ സാക്കിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെല്ല് സെൻട്രൽ സെല്ലാണ്. അതായത് 23ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് 3 ചലാസൽ സെല്ലുണ്ട്. ആ ചലാസൽ സെല്ലിന് പറയുന്ന പേരെന്താണ്? ആന്റിപോഡൽ സെൽസ് എന്നാണ് ചലാസൽ സെൽസിനെ പറയുന്നത്. ഇനി അടുത്തത് 2500 എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകട്ടോ, സീറോ ബാലൻസ്. ഇനി അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ടിഷ്യൂ വിച്ച് നറിഷസ് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിനിനെ നറിഷ് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ്? എൻഡോസ്പോമ, ടപ്പീറ്റോ ആണോ, പ്ലാസന്റ? ഓപ്ഷൻ ബി, ടപ്പീറ്റോ ആണ്. അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ നറിഷ് ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറയുന്ന ടപ്പീറ്റം ആണ്. 25th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഓർഗാനിക് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എൻവിറോൺമെന്റൽ എക്സ്ട്രീംസ് ആൻഡ് കനോട്ട് ബി ഡീഗ്രേഡഡ് ബൈ എനി എൻസൈം. ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അത് എക്സ്ട്രീം എൻവിറോൺമെന്റൽ കണ്ടീഷൻ അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. അതായത് ഹൈ ടെമ്പറേച്ചർ ആയാലും ഹൈ ആൽക്കലൈൻ കണ്ടീഷൻ ആയാലും ഹൈ അസിഡിക് കണ്ടീഷൻ ആയാലും ഒരു എൻസൈംസിനും അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? ക്യൂട്ടിക്കിൾ ആണോ, സ്പോറോപോളനിൻ ആണോ, ലിഗ്നിൻ ആണോ, സെല്ലുലോസ് ആണോ? ഏതാണ്? അതെ, സ്പോറോപോളിൻ. നമ്മളെ പോളൻ ഗ്രെയിനിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയ എക്സിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? സ്പോറോപോളനിൻ കൊണ്ടാണ്. സ്പോറോപോളനിൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അതിന് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ഹൈ ടെമ്പറേച്ചർ, ഹൈ അസിഡിക് കണ്ടീഷൻ, ഹൈ ആൽക്കലൈൻ കണ്ടീഷൻ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഒരു എൻസൈംസിനും അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് എന്താണ്? സ്പോറോപോളനിൻ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇത് തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ 27ാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് നോക്കിക്കേ. ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഈസ് കോൾഡ് ഇന്ത്യൻ. പോളൻ ഗ്രെയിനിന്റെ ഹാർഡ് ആയിട്ടുള്ള ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആണോ? അല്ല മാം, എക്സൈൻ ആണ്. ഇനി സ്പോറോജീനിയസ് ടിഷ്യൂ എന്ന് പറയുന്ന ഹാപ്ലോയിഡ് അല്ല.
ഇനി അടുത്ത എൻഡോതീഷ്യം പ്രൊഡ്യൂസസ് മൈക്രോസ്പോർ. എൻഡോതീഷ്യം എല്ലാം മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോസ്പോർസ് മദർ സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ടപ്പീറ്റൻ നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് 27ാമത്തെ ക്വസ്റ്റ്യനില്? ഓപ്ഷൻ ഡി ആണ്. അതായത് ടപ്പീറ്റും ഡെവലപ്പിംഗ് പോളനെ നറിഷ് ചെയ്യും. അതാണ് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 27ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത് 28ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ആൻജിയോസ്പോംസ് ഫങ്ഷണൽ മെഗാസ്പോർ. ആൻജിയോസ്പോംസിൽ ഫങ്ഷണൽ മെഗാസ്പോർ എന്തായിട്ടാണ് ഡെവലപ്പ് ആവുന്നത്? അതെ, എംബ്രിയോ സാക്ക് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ 28ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഗൈനേഷ്യം കൺസിസ്റ്റിംഗ് ഓഫ് മെനി ഫ്രീ പിസ്റ്റിൽ ഇൻ ഫ്ലവർ. ഈ ഫ്രീ പിസ്റ്റിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ഫ്യൂസ്ഡ് പിസ്റ്റിലും ഉണ്ട്, ഫ്രീ പിസ്റ്റിലും ഉണ്ട്. ഫ്രീ പിസ്റ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോകാർപ്പസ് കണ്ടീഷൻ ആണ്. ഈ അപ്പോകാർപ്പസിന് ഇതിൽ തന്നിട്ടുള്ള NCERT ബേസ്ഡ് ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് ഏതാണ്? അലോ ആണോ, അലോവേര ആണോ? എന്തോ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി മൈക്കീലിയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫില്ലിഫോം അപ്പാരറ്റസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. നമ്മൾ പഠിച്ചായിരുന്നു ഫില്ലിഫോം അപ്പാരറ്റസ് എവിടെയാണ് കാണുന്നത്? സിനർജിഡ്. അപ്പൊ 30ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ. The term used to transfer of pollen grains from anther of one plant to the stigma of different plant during pollination. അതായത് പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ്? ഒരു പ്ലാന്റിന്റെ ആന്തറിൽ നിന്ന് മറ്റൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലോട്ടുള്ള ട്രാൻസ്ഫർ. രണ്ട് ഡിഫറെന്റ് പ്ലാന്റ് ആണ്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ്? ചെസ്മോഗമി ആണോ, ക്ലസ്റ്റോഗമി ആണോ, സെനോഗമി ആണോ, ഗൈറ്റിനോഗമി ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? എന്തോ? സീനോഗമി. സീനോഗമി. അതായത് ഓപ്ഷൻ സി ആണ് 31ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് 31ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ നമ്മൾ എല്ലാ കണ്ടീഷനും അറിഞ്ഞിരിക്കണം. എന്ത് വേണമെങ്കിലും ചോദിക്കാം. പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻസ് നമ്മൾ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഫിനോമിനാണല്ലോ നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. 3 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓട്ടോഗമി ഉണ്ട്, ഗൈറ്റിനോഗമി ഉണ്ട്, സീനോഗമി അല്ലെങ്കിൽ ആലോഗമി ഉണ്ട്. അപ്പൊ എന്താണ് ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പോളൻ ഗ്രെയിൻ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട്, ഒരു സെയിം ഫ്ലവറിലെ ആന്തറിൽ നിന്ന് സെയിം ഫ്ലവറിലെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോഗമി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗൈറ്റിനോഗമി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ പോളൻ ഗ്രെയിൻസ് ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് അതേ സെയിം പ്ലാന്റിൽ തന്നെ വേറെ ഡിഫറെന്റ് ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈറ്റിനോഗമി എന്ന് പറയുന്നത്. ഇനി ആലോഗമി അല്ലെങ്കിൽ സീനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ആന്തറിൽ നിന്ന്, ഒരു പ്ലാന്റിലെ ആന്തറിൽ നിന്ന് മറ്റൊരു പ്ലാന്റിൽ സ്റ്റിഗ്മയിലോട്ട് പോളൻ ഗ്രെയിനിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സീനോഗമി അല്ലെങ്കിൽ ആലോഗമി എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സീനോഗമി ആണ് 31ാമത്തെ ക്വസ്റ്റ്യനിൽ. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി 32ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ടർ ലില്ലി ആൻഡ് വാട്ടർ ഹയാസിന്ത് ആർ പോളിനേറ്റഡ് ബൈ. വാട്ടർ ലില്ലിയും വാട്ടർ ഹയാസിന്ത് ഒക്കെ പോളിനേഷൻ നടക്കുന്ന പോളിനേറ്റിംഗ് ഏജന്റ് ഏതാണ്? വാട്ടർ ആണോ, ഇൻസെക്ട് ഓർ വിൻഡ് ആണോ, ബേർഡ്സ് ആണോ, ബാറ്റ്സ് ആണോ? വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്ത് എന്താണ്? അറിയാവോ? ഇൻസെക്ട് ഓർ വിൻഡ് ആണോ? അതെ, ഇൻസെക്ട് ഓർ വിൻഡ് ആണ്. നമ്മൾ ഈ വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്ത് ഒക്കെ കണ്ട ഉടനെ ചാടിക്കയറും വാട്ടർ ആണ് അതിന്റെ പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് കൊടുക്കരുത്, അങ്ങ് തെറ്റും. കറക്റ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇവിടുത്തെ പോളിനേറ്റിംഗ് ഏജന്റ് വരുന്നത് എന്താണ്? ഇൻസെക്ട് ഓർ വിൻഡ് ആണ്. 32ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ വിൻഡ് പോളിനേഷനിലെ NCERT കൊടുത്തിട്ടുള്ള വിൻഡ് പോളിനേറ്റിംഗ് ഏജന്റ്സ് ആയിട്ടുള്ള എക്സാമ്പിൾ NCERT കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ് ഗ്രാസസ്, കോണിന്റെ ഒക്കെ കേസിൽ പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് വിൻഡ് ആണ്. ഇനി പോളിനേറ്റിംഗ് ഏജന്റ് വാട്ടർ ഏതിനൊക്കെയാണെന്ന് ചോദിച്ചാൽ വാലിസിനേറിയ, ഹൈഡ്രില്ല, സോസ്ട്രറ ഇതൊക്കെ വാട്ടർ പോളിനേറ്റിംഗ് ഏജന്റ്സ് ആണ്. ഇനി ഇൻസെക്ട്സ് പോളിനേറ്റഡ്, മെജോറിറ്റി ഓഫ് ഫ്ലവേഴ്സിനും എന്താണ്? ഇൻസെക്ട് ആണ് പോളിനേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അക്വാറ്റിക് പ്ലാന്റ്സിൽ അതിന് എക്സാമ്പിൾ വരുന്നത് വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ്. അപ്പൊ അവിടെ എന്താണ്? ഫ്ലവർ എന്ന് പറയുന്ന വെള്ളത്തിന് മുകളിലായിരിക്കും. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പോളിനേറ്റിംഗ് ഏജന്റ്സ് വരുന്നത് ഇൻസെക്ട് ആണ്, വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ വാട്ടർ ലില്ലിയിൽ വരുന്നത്. അപ്പൊ ഇൻസെക്ട് ഓർ വിൻഡ് ആണ് 32ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ 33 അതെന്താണെന്ന് വെച്ചാൽ ഡാഷ് ഫ്ലവേഴ്സ് ആർ ഇൻവാരിയബിളി ഓട്ടോഗ്യാമസ് as there is no chance of cross pollen landing on the stigma. അതായത് ഈ ഫ്ലവേഴ്സിൽ ഈ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിൽ ഒരിക്കലും ക്രോസ് പോളിനേഷൻ നടക്കത്തില്ല. അത് എപ്പോഴും ഓട്ടോഗ്യാമസ് ആയിരിക്കും. ക്രോസ് പോളിനേഷൻ എന്നൊരു കണ്ടീഷനെ അവിടെ നടക്കത്തില്ല. അത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ക്ലസ്റ്റോഗ്യാമസ് ആണോ, ചെസ്മോഗ്യാമസ് ആണോ, അനീഫാലസ് ആണോ, ഓട്ടോഗ്യാമസ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? ക്ലസ്റ്റോഗ്യാമസ് ആണ്. അതായത് 33 ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ചില പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സ് ഓർത്തോളണം, ഇത് എടുത്ത് ചോദിക്കാറുണ്ട്. വയോള, ഓക്സാലിസ്, കോമലിന, ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സ്, ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും ഉണ്ട്, ചെസ്മോഗ്യാമസ് ഫ്ലവേഴ്സും ഉണ്ട്. അതായത് ഏതൊക്കെ പ്ലാന്റ്സ് ആണ്? വയോള, ഓക്സാലിസ്, കോമലിന പോലുള്ള പ്ലാന്റ്സ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ചെസ്മോഗ്യാമസ് ഫ്ലവേഴ്സും ഉണ്ട്, ക്ലസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും ഉണ്ട്. ചെസ്മോഗ്യാമസ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാ ഫ്ലവേഴ്സിനെ പോലെ തന്നെയാണ് ആന്തറും സ്റ്റിഗ്മയും ഒക്കെ എക്സ്പോസ്ഡ് ആണ്, പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എക്സ്പോസ്ഡ് ആണ്. ഇനി ക്ലസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഫ്ലവേഴ്സ് ഓപ്പൺ ആവത്തേ ഇല്ല. അതായത് എപ്പോഴും ആ ഫ്ലവേഴ്സ് ക്ലോസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അവിടെ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ആന്തറും സ്റ്റിഗ്മയും എപ്പോഴും അടുത്തടുത്തായിരിക്കും. ഈ ഫ്ലവേഴ്സ് ഓപ്പൺ ആവാത്തത് കൊണ്ട് തന്നെ അവിടെ ക്രോസ് പോളിനേഷൻ നടക്കാൻ പറ്റുമോ? ഫ്ലവേഴ്സ് എപ്പോഴും ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും എന്താണ് ക്രോസ് പോളിനേഷൻ നടക്കത്തില്ല. അവരെപ്പോഴും എന്തായിരിക്കും? ഓട്ടോഗ്യാമസ് ആയിരിക്കും. അപ്പൊ ഓട്ടോഗ്യാമസ് ക്രോസ് പോളിനേഷൻ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഫ്ലവേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ക്ലസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ 33 ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്ത 34 ക്വസ്റ്റിലോട്ട് കിടക്കാം. 34 ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഇത് ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പാണ്. ഏതാണ്? ഗൈറ്റിനോഗമി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ? അപ്പൊ ഓപ്ഷൻ സി. അവിടെ എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട്. അതായത് 2 ഡിഫറെന്റ് ഫ്ലവർ ആണ്, പക്ഷെ 2 ഫ്ലവറും എന്താണ്? സെയിം പ്ലാന്റിൽ തന്നെയാണ്. അത് എന്ത് കണ്ടീഷനാണ്? എന്ത് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ്? ഗൈറ്റിനോഗമി ആണ്. അപ്പൊ 34 ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത 35 ക്വസ്റ്റിലോട്ട് പോവാം. 35 ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഫ്ലവർ പ്രൊഡ്യൂസ് അഷോർഡ് സീഡ് സെറ്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റർ. പോളിനേറ്റർ ഇല്ലെങ്കിലും അഷോർഡ് ആയിട്ടുള്ള സീഡ് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? ഏത് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ്? ഏത് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിലാണ് പോളിനേറ്റേഴ്സിന്റെ ആവശ്യമേ ഇല്ല എന്ന് നമ്മൾ പഠിച്ചത്? ക്ലൈസ്റ്റോഗ്യാമസ് ആണ്. അപ്പൊ 35 ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി 36 ക്വസ്റ്റ്യനെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് ഫ്ലവർ. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു. ചില പ്ലാന്റ്സ് 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് നമ്മൾ പഠിച്ച എക്സാമ്പിൾ എന്തൊക്കെയാണ്? വയോള, ഓക്സാലിസ്, കോമലിന പോലുള്ള പ്ലാന്റ്സ് 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എന്തൊക്കെയായിരുന്നു? ചെസ്മോഗ്യാമസ് ഫ്ലവേഴ്സും ക്ലസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. അപ്പൊ ഇതിൽ വരാത്തത് ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? 36 ക്വസ്റ്റ്യനില് ഹിബിസ്കസ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ബാക്കി എല്ലാം എന്താണ്? 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. വയോള ആയാലും ഓക്സാലിസ് ആയാലും കൊമലിന ആയാലും 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. 36 ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 37 ക്വസ്റ്റ്യൻ ആണ് പോളിനേഷൻ ത്രൂ ആനിമൽസ്. ആനിമൽസ് വഴി നടക്കുന്ന പോളിനേഷന്റെ പേരെന്താണ്? സൂഫിലി ആണോ, പോളിനേഷൻ ആണോ, ഹൈഡ്രോഫിലി ആണോ, എഫി ഹൈഡ്രോഫിലി ആണോ? പോളിനേഷൻ സൂഫിലി. 37 ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 38 ക്വസ്റ്റിലോട്ട് കടക്കാം. ഡാഷ് പ്രൊവൈഡ് സേഫ് പ്ലേസ് ഫോർ ദ ഇൻസെക്ട് ടു ലേ എഗ്സ്. അതായത് ഇൻസെക്ടിന് മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള സേഫ് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് പ്ലാന്റ് ആണ്? അമോർഫോഫാലസ്. ഇമ്പോർട്ടന്റ് ആണ്. അതായത് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് എന്താണ്? ഫ്ലോറൽ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യും. കോമൺ ആയിട്ടുള്ള ഫ്ലോറൽ റിവാർഡ്സ് എന്തൊക്കെയാണ്? ഹണി, പോളൻ ഗ്രെയിൻസ് ഒക്കെയാണ് ഫ്ലോറൽ റിവാർഡ്സ്. അത് കൂടാതെ എന്താണ്? ചില പ്ലാന്റ്സ് എന്താണ്? ഇൻസെക്ട്സിന് എഗ് ലേ ചെയ്യാനുള്ള പ്ലേസ് പ്രൊവൈഡ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? അമോർഫോഫാലസ് എന്ന് പറയുന്നത്. ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണ്? ഇൻസെക്ടിന് അതിൽ എഗ് ലേ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പം ഈ 38 ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അതുപോലെ വേറൊരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പറയുന്നത്. ഡാഷ് പ്രൊവൈഡ് നഴ്സറി ഫോർ മോത്ത്. അതേതാണ്? UK ആണോ, ഓക്സാലിസ് ആണോ, ഹിബിസ്കസ് ആണോ, വയോള ആണോ? നമ്മൾ NCERT സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ്.
യുകെയാണോ? UK ആണ്. UK ആൻഡ് മോത്ത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു സിമിലർ റിലേഷൻഷിപ്പ് ആണ് ഈ യൂക്ക പ്ലാന്റും മോത്തും തമ്മിലുള്ള എന്ന് പറഞ്ഞു. അതായത് ഈ രണ്ടും UK പ്ലാന്റിന് മോത്തില്ലാതെയും മോത്തിന് UK ഇല്ലാതെയും അവരുടെ ലൈഫ് സൈക്കിൾ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മോത്ത് അതിന്റെ എഗ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലവറിന്റെ ഓവറി പാർട്ടിലാണ്. ഇൻ റിട്ടേൺ മോത്ത് എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിന് പോളിനേഷന് സഹായിക്കുകയാണ് മോത്ത് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്, യൂക്ക ആൻഡ് മോത്ത്. ഓർത്തിരുന്നോണ്ട്. അപ്പൊ ഡാഷ് പ്രൊവൈഡ് നഴ്സറി ഫോർ മോത്ത് എന്ന് ചോദിച്ചാൽ 39ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ UK ആണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഡിറ്റർമിൻസ് ഡാഷ് ഓഫ് ദ പോളൻ. പോളന്റെ കോമ്പാറ്റബിലിറ്റി ആണ് എന്ത്, പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ 40ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഇനിഷ്യേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് എൻഡോസ്പോംസ്. ഇതിൽ ഏതാണ് എൻഡോസ്പോംസിന്റെ ഫോർമേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന, ഫെർട്ടിലൈസേഷൻ ആണോ, ട്രിപ്പിൾ ഫ്യൂഷൻ ആണോ, ഫ്യൂഷൻ ആണോ, ഡബിൾ ഫ്യൂഷൻ ആണോ? ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പൊ നമ്മൾ എൻഡോസ്പോം എന്ന് കണ്ടാലേ കൊടുത്തോളണം, ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. ഇനി അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രൈമറി എൻഡോസ്പോം ഈസ് ഫോംഡ് ബൈ. പ്രൈമറി എൻഡോസ്പോം എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ, പ്രൈമറി എൻഡോസ്പോംസ് ഈസ് ഫോംഡ് ബൈ എൻഡോസ്പോം എപ്പോഴാണ്, ട്രിപ്പിൾ ഫ്യൂഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പോളിനേഷൻ ഫൗൾ സ്മെൽ ഹെൽപ്സ് ടു. ഈ ചില ഫ്ലവേഴ്സ് ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാണ് ഈ ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ 43ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ടു അട്രാക്ട് ഇൻസെക്ട് പോളിനേറ്റേഴ്സ് ആണ്. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത്രയും ക്ലിയർ ആണോ? അടുത്ത ചാപ്റ്ററിലോട്ട് പോട്ടെ. യെസ് മാം. സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. അപ്പൊ നമ്മൾ അടുത്തത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ് ജനറലി ഹാവ് ഷോർട്ടർ ഇയേഴ്സ്. അതായത് കോൾഡർ ക്ലൈമറ്റിൽ കാണുന്ന മാമൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ ഇയേഴ്സ് ആൻഡ് ലിംസ് ആണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഹീറ്റ് ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് ലോ ആണ്, ഏത് റൂളാണ് ഇതിനെ പറ്റി പ്രതിപാദിക്കുന്നത്? അലൻസ് റൂൾ ആണോ, ബെർഗ്മൻസ് റൂൾ ആണോ, കോണൽസ് റൂൾ ആണോ? ഏതാണ്? അലൻസ് റൂൾ ആണ്. അലൻസ് റൂൾ ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അഡാപ്റ്റേഷൻ ഇൻ മാമൽസ് എന്ന ഭാഗത്താണ്. അതായത് മാമൽസിന്റെ മെയിൻ ആയിട്ടുള്ള കോൾഡർ റീജിയനിൽ കാണുന്ന മാമൽസിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണ്? ഷോർട്ടർ ഇയർ ആൻഡ് ലിംസ് ആണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹീറ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റൂളിനെ പറയുന്ന പേര് അലൻസ് റൂൾ ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോളൂ. കാംഗ്രൂ റാറ്റ് ഇൻ നോർത്ത് അമേരിക്കൻ ഡെസേർട്ട് ഈസ് കാപ്പബിൾ ഓഫ് മീറ്റിംഗ് ഓൾ ഇറ്റ്സ് വാട്ടർ റിക്വയർമെന്റ് ത്രൂ ഇറ്റ്സ്. അപ്പം നോർത്ത് അമേരിക്കയിൽ കാണുന്ന കാംഗ്രൂ റാറ്റിന്റെ അതിന് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, വാട്ടർ സ്കേർസിറ്റി ആണ് അല്ലെ, ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഈ കാംഗ്രൂ റാറ്റ് അതിന്റെ വാട്ടർ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്യുന്ന അതിന്റെ എന്ത് ഫീച്ചർ വെച്ചിട്ടാണ്? ഇന്റേണൽ ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ ആണോ, സ്റ്റോറിംഗ് വാട്ടർ ഫോർ ഇയേഴ്സ് ഇൻ ഇറ്റ്സ് ഹംബ് ആണോ, ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ ആണോ, അതേ സ്റ്റോറിംഗ് വാട്ടർ ഇൻ ഇറ്റ്സ് യൂറിൻ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഫാറ്റ് ഓക്സിഡേഷൻ. ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ ആണ് അല്ലെ. ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷന്റെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന എന്താണ്? വാട്ടർ ആണ്. അപ്പൊ ഈ കാംഗ്രൂ റാറ്റിന്റെ പ്രത്യേകതകൾ എന്താണ്? നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ കാണപ്പെടുന്നതാണ് കാംഗ്രൂ റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അതിന്റെ വാട്ടർ റിക്വയർമെന്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ വഴിയാണ്. അത് മാത്രമല്ല അതിന് വേറൊരു എബിലിറ്റിയും കൂടെ ഉണ്ട്. എന്താണ്? അതിന്റെ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് റിമൂവ് ആവുന്ന, നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ആവുന്ന വാട്ടറിന്റെ അളവ് എന്താണ്? കുറയും. അപ്പം അതിന്റെ മറ്റൊരു എബിലിറ്റി എന്താണ്? ഇറ്റ് ക്യാൻ കോൺസെൻട്രേറ്റ് യൂറിൻ. അപ്പൊ കാംഗ്രൂ റാറ്റിന്റെ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്ന ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷനും മറ്റൊന്ന് പറയുന്ന ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് യൂറിൻ. ഇത് രണ്ടുമാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്ന, ഓർത്തിരുന്നോളാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അക്ലിമറ്റൈസേഷൻ ഈസ്. അക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏത് ഓപ്ഷൻ ആണ് ഇതിൽ കറക്റ്റ് വരുന്നത്?
ഗ്രാജുവൽ ഫിസിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓർഗാനിസം ആണോ, ഗ്രാജുവൽ ഫിസിയോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓർഗാനിസം ടു ന്യൂ എൻവിറോൺമെന്റ് ആണോ, ഗ്രാജുവൽ ഫിസിയോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ടു ഓൾഡർ എൻവിറോൺമെന്റ്, ഗ്രാജുവൽ ജനറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ടു ദ എക്സിസ്റ്റിംഗ് എൻവിറോൺമെന്റ്? ഇത് ഏതാണ് അക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത്? അറിയാവോ? ഓപ്ഷൻ ബി ആണോ? അതെ, അക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാജുവൽ ഫിസിയോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓർഗാനിസം ടു ന്യൂ എൻവിറോൺമെന്റ്. അതായത് ഓർഗാനിസം ഒരു പുതിയ എൻവിറോൺമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി എന്താണ് ആ ഒരു കണ്ടീഷനിലോട്ട് എന്താണ് അതിന്റെ ബോഡി എല്ലാം അഡാപ്റ്റഡ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അക്ലിമറ്റേഷൻ എന്താണ്? ഗ്രാജുവൽ ഫിസിയോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ ഓർഗാനിസം ടു ന്യൂ എൻവിറോൺമെന്റ് ആണ് എന്ത്? അക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഓഫ് സെയിം സ്പീഷ്യസ് ഇൻ എ ഗിവൺ ഏരിയ അറ്റ് പർട്ടിക്കുലർ ടൈം ഈസ് കോൾഡ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഗിവൺ ഏരിയയിൽ ഒരേ തരത്തിലുള്ള സ്പീഷ്യസിന്റെ കൂട്ടത്തിനെ പറയുന്ന പേരെന്താണ്? കമ്മ്യൂണിറ്റി എന്നാണോ, അതോ എക്കോസിസ്റ്റം ആണോ, ബയോസ്ഫിയർ ആണോ, പോപ്പുലേഷൻ ആണോ? 4ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താ? പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 4ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് സെയിം സ്പീഷ്യസ്. ഒരേ സ്പീഷ്യസിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷന്റെ എക്സാമ്പിൾ എന്താണ്? കോർമോറൻസ് ഇൻ വെറ്റ്ലാൻഡ് ടീക്വുഡ് ട്രീസ്. ടീക്വുഡ് ട്രീസിൽ കാണുന്ന കോർമോറൻസ്. എന്താണ് ഈ കോർമോറൻസ് എന്ന് പറയുന്നത്? കോർമോറൻസ് എന്ന് പറയുന്നത് ഒരു ഡൈവിംഗ് ബേർഡ് ആണ്. അതിന് വലിയ വീക്കൊക്കെ ഉള്ള ഒരു ഡൈവിംഗ് ബേർഡിനെയാണ് നമ്മൾ കോർമോറൻസ് എന്ന് പറയുന്നത്. പിന്നെ ബാക്ടീരിയ ഇൻ കൾച്ചറൽ ഫ്ലൈറ്റ്, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? പോപ്പുലേഷൻ എക്സാമ്പിൾ ആണ്. പോപ്പുലേഷൻ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് സെയിം സ്പീഷ്യസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പോപ്പുലേഷന്റെ എക്സാമ്പിൾ കോർമോറൻസ് ഇൻ വെറ്റ്ലാൻഡ്, ഇതൊക്കെ നമ്മുടെ റെഫറൻസ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. കോർമോറൻസ് ഇൻ വെറ്റ്ലാൻഡ് ടീക്വുഡ് ട്രീസ്, ദെൻ ബാക്ടീരിയാസ് ഇൻ കൾച്ചറൽ പ്ലാന്റ് ഒക്കെ എന്താണ്? പോപ്പുലേഷന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. നേറ്റാലിറ്റി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ വിച്ച് മീൻസ്. നേറ്റാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? the total number of individual present per unit area at a given time ആണോ, the increase in number of individual in a population under the given environmental condition ആണോ, അതോ loss of individual due to health due to death in a population under the given environmental condition? ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് the movement of individual into and out of population. ഇതിൽ ഏതാണ് നേറ്റാലിറ്റി എന്ന് പറയുന്നത്? അറിയാവോ? നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് റേറ്റിനെയാണ് നേറ്റാലിറ്റി സൂചിപ്പിക്കുന്നത്. അപ്പൊ 5ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നേറ്റാലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ എ പോപ്പുലേഷൻ അണ്ടർ ദ ഗിവൺ എൻവിറോൺമെന്റൽ കണ്ടീഷൻ ആണ് എന്ത്? നേറ്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ബാധിക്കുന്ന 4 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ബാധിക്കുന്ന 4 ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേറ്റാലിറ്റി. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് റേറ്റ് ആണ്. ഇനി മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ്. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മളെ വേറൊരു രാജ്യത്ത് നിന്ന് നമ്മളെ രാജ്യത്തിലേക്ക് സ്ഥിരതാമസത്തിന് വരുന്നതാണ്. എമിഗ്രേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പം ഇതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ബാധിക്കുന്ന 3 ഡിഫറെന്റ് പ്രോസസ് എന്ന് പറയുന്നത് നേറ്റാലിറ്റി, ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി, ഡെത്ത് റേറ്റ്, ഇമിഗ്രേഷൻ ഐ, എമിഗ്രേഷൻ ഇ. ഇതില് നമ്മളെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആകാൻ ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? പോപ്പുലേഷൻ ഡെൻസിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണം ഇൻക്രീസ് ആകാം? പറഞ്ഞേ. ഇമിഗ്രേഷൻ, നാറ്റാലിറ്റി. ഇമിഗ്രേഷനും നേറ്റാലിറ്റിയും കാരണം നമുക്ക് എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആവും. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ആകാൻ എന്തൊക്കെയാണ്? ഡെത്ത് റേറ്റ് അല്ലെ, മോർട്ടാലിറ്റി, എമിഗ്രേഷനും കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ആവാം. അപ്പം നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കൂട്ടും, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ എന്ന് പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറയ്ക്കും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ അഫക്ട് ചെയ്യുന്ന 4 ബേസിക് പ്രോസസ്സസ് എന്താണ്? നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം 6ാമത്തെ ക്വസ്റ്റിലോട്ട് പോവുകയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ മൂവ്മെന്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ക്യാൻ ബി, ഇത് നമുക്ക് പഠിക്കാനുള്ള ഫോർമുലയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പോപ്പുലേഷൻ ഡെൻസിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ. പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 6ാമത്തെ ക്വസ്റ്റ്യന്റെ അറിയാവോ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 6ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. അതായത് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ND + 1 = ND + B + I - D + C. അതായത്
പോപ്പുലേഷൻ ഡെൻസിറ്റി N+1 എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T പ്ലസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആവാൻ കാരണക്കാർ ആരൊക്കെയാണ്? അവരെ ആഡ് ചെയ്യണം. ബർത്ത് റേറ്റും ഇമിഗ്രേഷനും ആണല്ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആവുന്നത്. അത് കഴിഞ്ഞ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ആവാനുള്ള കാരണം എന്താണ്? ഡെത്ത് റേറ്റും എമിഗ്രേഷനും. അതൊക്കെ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ND+1 പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1 എന്ന് പറയുന്നത് എന്താണ്? ND പ്ലസ് B+I മൈനസ് D+E ആണെന്ത്? പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാനുള്ള കാരണം ഏതൊക്കെയാണ്? ഇമിഗ്രേഷൻ, നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ബോത്ത് A and B. ഇതിൽ ഏതാണ് കറക്റ്റ്? ബോത്ത് A and B അല്ലെ. ഇമിഗ്രേഷൻ ആയാലും നേറ്റാലിറ്റി എന്ന് വെച്ചാൽ ബർത്ത് റേറ്റ് ആണ്. ഇമിഗ്രേഷൻ ആയാലും നേറ്റാലിറ്റി ആയാലും എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആകും. അപ്പം നമ്മുടെ ആറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബോത്ത് A and B ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കുകയാണ്. ഏഴാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ള. ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. dN/dt is equal to RN. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണെന്ന് ഓർക്കുന്നുണ്ടോ? ഈ ചാപ്റ്റർ പഠിച്ചവർക്ക് ഓർമ്മ കാണും. dN/dt is equal to RN എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എൻവിറോൺമെന്റ് റെസിസ്റ്റന്റ് ആണോ, ക്യാരിയിങ് കപ്പാസിറ്റി ആണോ, വൈറ്റൽ ഇൻഡെക്സ് ആണോ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണോ? ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അതെ, എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. dN/dt എന്ന് പറയുന്ന RN എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കാണും. എക്സ്പോണൻഷ്യൽ ഗ്രോത്തും പഠിച്ചു കാണും, ലോജിസ്റ്റിക് ഗ്രോത്തും പഠിച്ചു കാണും. ഇതിൽ എന്താണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നത്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ഹാബിറ്റാറ്റിലെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ എന്താണ്? എക്സ്പോണൻഷ്യലി കൂടും. അപ്പം പോപ്പുലേഷൻ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ആവും. അപ്പൊ പോപ്പുലേഷൻ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ആവുന്നതിന്റെ ഇക്വേഷൻ ആണ് dN/dt ഈക്വൽ ടു R. dN/dt എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു R ഇൻറ്റു N ആണ്. ഈ ഇക്വേഷനിൽ R എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഇക്വേഷനിൽ ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷനിൽ R എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസിനെയാണ് എന്ത് R സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഈ R എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. അതായത് പോപ്പുലേഷൻ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന അബയോട്ടിക് ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സ്, അതായത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സിനെയൊക്കെ അസസ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റർ ആണ് R എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. പിന്നെ കുറച്ച് ആറിന്റെ വാല്യൂസ് നമ്മുടെ NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ R വാല്യൂസ്, അതായത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസിന്റെ കുറച്ച് വാല്യൂസ് NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസ് നിങ്ങൾ എന്തായാലും മെമ്മറൈസ് ചെയ്തോളണം. നോർവേ റാറ്റിന്റെ R വാല്യൂ, അതായത് നോർവേ റേറ്റിന്റെ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.015 ആണ്. അതുപോലെ ഫ്ലോർ ബീറ്റിലിന്റെ വാല്യൂ 0.12 ആണ്. 1981 ഇന്ത്യയുടെ ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ R വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.0205. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ്. 1981 ഹ്യൂമൻ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ഇൻട്രിൻസിക് ഗ്രോത്ത് വാല്യൂ എന്ന് പറയുന്നത് 0.0205 ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇക്വേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു R ഇൻറ്റു N എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടിംഗ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു J ഷേപ്പ് ഉള്ള കർവാണ്. കർവിന്റെ ഷേപ്പ് ചോദിച്ചാലും നിങ്ങൾ ഓർത്തോണം, J ഷേപ്ഡ് കർവാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോയതാണ്. അപ്പൊ 1981 ഹ്യൂമൻ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യയുടെ R വാല്യൂ, ഇൻട്രിൻസിക് ഗ്രോത്ത് വാല്യൂ എന്താണ്? ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി മാം. ഓപ്ഷൻ ബി 0.0205 ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇന്റഗ്രൽ ഇക്വേഷൻ ആണ്. ഇന്റഗ്രൽ ഇക്വേഷൻ എന്താണ്? ND ഈസ് ഈക്വൽ ടു N0 ഇൻറ്റു E⁻² ആണ്. ERT അല്ല, E⁻RT ആണ്. ഇതിൽ R എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി ആഫ്റ്റർ ടൈം T ആണോ, വൈറ്റൽ ഇൻഡെക്സ് ആണോ, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണോ, അത് ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതെ അതെ, ഓപ്ഷൻ സി ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. അതായത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഒരു ഇന്റഗ്രൽ ഫോം ഓഫ് ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്? ND ഈസ് ഈക്വൽ ടു N0 ഇൻറ്റു E⁻RT. ND എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്?
ടൈം ടിയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് എന്ത് NT എന്ന് പറയുന്നത്. N0 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം 0യും R എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസും E എന്ന് പറയുന്ന ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി 10ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കുകയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർഗാനിസം, രണ്ട് ഓർഗാനിസം തമ്മിലുള്ള റിലേഷൻ. അതിൽ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് മറ്റേ ഓർഗാനിസത്തിൽ നിന്ന് അതിന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? പാരസൈറ്റിസം ആണോ, പ്രഡേഷൻ ആണോ, സിംബയോസിസ് ആണോ, സ്കാവഞ്ചിങ് ആണോ? Parasitism. അതെ, അതൊരു ടൈപ്പ് ഓഫ് പാരസൈറ്റിസം ആണ്. അപ്പൊ പാരസൈറ്റിസം എന്താണെന്ന് നമുക്ക് നോക്കാം. പാരസൈറ്റിസം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അതിൽ ഒരു സ്പീഷീസിന് മറ്റേ സ്പീഷീസിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് പാരസൈറ്റിന് ബെനിഫിറ്റ് കിട്ടുന്നത്. അതേസമയം ഹോസ്റ്റിന് എന്താണ്? ആ പാരസൈറ്റ് കാരണം ദോഷമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പാരസൈറ്റിസം എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പാരസൈറ്റിസം എക്സാമ്പിൾ സഹിതം ഓർത്തിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം ലൈസ് ഓൺ ഹ്യൂമൻസ് ഏത് ടൈപ്പ് ഓഫ് പാരസൈറ്റിസം ആണ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടിക്സ് ഓൺ ഡോഗ്സ്, അതൊക്കെ എന്ത് പാരസൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്? എക്ടോ പാരസൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് ഈ എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്? ഈ പാരസൈറ്റ് എവിടെയാണ് കാണുന്നത്? ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണൽ ബോഡി സർഫസിലാണ് കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള പാരസൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എൻഡോ പാരസൈറ്റ്സ് ആണ്. എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഹോസ്റ്റിന്റെ ബോഡിക്ക് ഉള്ളിൽ കാണുന്ന പാരസൈറ്റ്സിനെയാണ് നമ്മൾ എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിവർ, കിഡ്നി, ലങ്സിലൊക്കെ കാണുന്ന പാരസൈറ്റ്സ് ആണ് എന്ത്? എൻഡോ പാരസൈറ്റ്സ്. വേറൊരു ടൈപ്പ് ഓഫ് പാരസൈറ്റിസം ഉണ്ട്, അത് ഓർത്തിരിക്കണം. ബ്രൂഡ് പാരസൈറ്റിസം. ബ്രൂഡ് പാരസൈറ്റിസിന്റെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് അറിയണം. അപ്പൊ എന്താണ് ഈ ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്? ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുമ്പോൾ ഹോസ്റ്റിന്റെ നെസ്റ്റില് വേറൊരു കിളി വന്ന് മുട്ടയിട്ടിട്ട് ഈ ഹോസ്റ്റ് തന്നെ ആ ഒരു മുട്ടേനെ പരിപാലിച്ച് ആ കുട്ടിയെ വളർത്തിയെടുക്കും. അതെന്ന് പറയുന്നത് നമ്മൾ കൊച്ചിലെ തൊട്ട് കേട്ടിട്ടുള്ളതാണ്. ഈ ബ്രൂഡ് പാരസൈറ്റിസിന്റെ എക്സാമ്പിൾ ആണ് കുക്കു ആൻഡ് ക്രോ. അപ്പൊ എന്താണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്? ഇൻ ദിസ് കൈൻഡ് ഓഫ് പാരസൈറ്റിസം ദ പാരസൈറ്റിക് ബേർഡ് ലേ എഗ് ഇൻ ദ നെസ്റ്റ് ഓഫ് ഇറ്റ്സ് ഹോസ്റ്റ്. അപ്പൊ പാരസൈറ്റിക് ബേർഡ് എവിടെയാണ് മുട്ടയിടുന്നത്? ഹോസ്റ്റിന്റെ കൂട്ടിലായിരിക്കും മുട്ടയിടുന്നത്. ഈ ഹോസ്റ്റ് ആണ് അതിനെ പിന്നെ എന്താണ് ഫർദർ വളർത്തുന്നത്. അതെ, ആ പാരസൈറ്റിസം എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ബ്രൂഡ് പാരസൈറ്റിസം കുക്കു ആൻഡ് ക്രോയിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും ഓർത്തിരുന്നോളണം. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത്? രണ്ട് ഓർഗാനിസം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിൽ മറ്റൊന്നിൽ നിന്ന് ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ അത് പാരസൈറ്റിസം ആണ്. ക്ലിയർ ആണല്ലോ. ഇനി 11ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കമ്മ്യൂണിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ അഗ്രിഗേഷൻ ഓഫ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? Community is defined as the aggregation of individual of the same kind ആണോ, individual of the different kind ആണോ, individual of a population ആണോ, അതേ population of different species ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോ എന്താണ് അറിയാവോ? Population of different species. പോപ്പുലേഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇൻ കമൻസാലിസം. ഈ ഒരു ഇത് നമുക്ക് അറിയണമെങ്കിൽ എന്താണ് കമൻസാലിസം, എന്താണ് അമൻസാലിസം, എന്താണ് സിംബയോസിസ്, ഇതൊക്കെ അറിയണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഇന്ററാക്ഷന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലിസം ആണ്. മ്യൂച്വലിസം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഓർഗാനിസം, രണ്ട് സ്പീഷീസ് എയും സ്പീഷീസ് ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് സ്പീഷീസിനും ആ ഒരു ഇന്ററാക്ഷൻ കാരണം ബെനിഫിറ്റ് ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോസിസ് എന്നൊക്കെ പറയുന്നത്. ഇനി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്പീഷീസും കടന്ന് തമ്മിൽ തന്നെയാണ്. അപ്പൊ രണ്ടുപേർക്കും എന്താണ്? ഒരു ഗുണവും ഇല്ല. രണ്ടുപേർക്കും ഗുണമില്ലെന്ന് മാത്രമല്ല, രണ്ട് സ്പീഷീസിന് ദോഷം മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് എന്ത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രഡേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മള് സിംഹം മാനിനെ പിടിക്കുന്നു. അപ്പൊ അവിടെ ആർക്കാണ് ബെനിഫിറ്റ് വരുന്നത്? സിംഹത്തിനാണ് ബെനിഫിറ്റ് വരുന്നത്. അതേസമയം മാനിന് അവിടെ എന്താണ്? ഹാമാണ് സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അതിൽ ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ഉണ്ടാവും. ആ ബെനിഫിറ്റ് കാരണം മറ്റേ സ്പീഷീസിന് എന്താണ്? ഒരു ദ്രോഹമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഡേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പാരസൈറ്റിസം ആണ്. എന്താണ് ഈ പാരസൈറ്റിസം എന്ന് പറയുന്നത്? നമ്മള്
ഇപ്പൊ ചില വൃക്ഷങ്ങളിലൊക്കെ ഇത്തിളൊക്കെ പറ്റിപ്പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊരു ടൈപ്പ് ഓഫ് പാരസൈറ്റസിന്റെ എക്സാമ്പിൾ ആണ്. ആ ഇത്തിള് പറ്റിപ്പിടിക്കുന്ന കാരണം എന്താണ്? ആ മരത്തിന് നഷ്ടവും ആ പാരസൈറ്റിന് എന്താണ് ബെനിഫിറ്റും ആണുള്ളത്. അപ്പൊ ഒരു സ്പീഷീസിന് ബെനിഫിറ്റും മറ്റൊരു സ്പീഷീസിന് എന്താണ് ഹാമും ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ തന്നെയാണ് എന്ത് പ്രെഡേഷൻ പോലെ തന്നെയാണ് എന്ത് പാരസൈറ്റിസവും വരുന്നത്. ഇനി അടുത്ത കമൻസാലിസം ആണ്. കമൻസാലിസം എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ തന്നെയാണ്. ആ ഇന്ററാക്ഷൻ കാരണം ഒരു സ്പീഷീസിനും ബെനിഫിറ്റ് ഉണ്ട്, മറ്റേ സ്പീഷീസിനും ബെനിഫിറ്റും ഇല്ല ഹാമും ഇല്ല, അതുകൊണ്ട് യാതൊരുവിധ ഉപയോഗവും ഇല്ല. അത്തരത്തിലുള്ള റിലേഷൻ ആണ് എന്ത് കമൻസാലിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത അമൻസാലിസം. അമൻസാലിസം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്പീഷീസിന്റെ റിലേഷൻഷിപ്പ് കാരണം ഒരു സ്പീഷീസിന് ഹാം സംഭവിക്കുകയും മറ്റു സ്പീഷീസിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അത്തരത്തിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, ഏതൊക്കെ തെറ്റാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഇൻ കമൻസാലിസം ഇന്ററാക്റ്റീവ് പോപ്പുലേഷൻ അഫക്ട് ഈച്ച് അതർ. കമൻസാലിസത്തില് രണ്ട് പോപ്പുലേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് മാം. ഫോൾസ് ആണ്. കാരണം കമൻസാലിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, മറ്റേനെ അഫക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് പോപ്പുലേഷനെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇനി അടുത്ത എന്താണ്? ഇൻ സിംബയോസിസ് നെയ്തർ പോപ്പുലേഷൻ അഫക്ട് ഈച്ച് അതർ. സിംബയോസിസിന് രണ്ട് പോപ്പുലേഷനെ അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? സിംബയോസിസ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഇന്ററാക്ഷൻ ആണ്. മ്യൂച്വൽ ഇന്ററാക്ഷൻ വരുമ്പോൾ എന്താണ്? രണ്ടുപേരെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ രണ്ടുപേരെ അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കാം. കമൻസാലിസം ഇന്ററാക്ഷനിൽ രണ്ട് പോപ്പുലേഷനും ബെനിഫിറ്റ് ആണ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് മാം. ഫോൾസ് ആണ്. കമൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രമേ എന്തുള്ളൂ? ബെനിഫിറ്റ് ഉള്ളൂ, മറ്റേ ആൾക്ക് ബെനിഫിറ്റും ഇല്ല ഹാമും ഇല്ല. ഇനി അടുത്ത എന്താണ്? സിംബയോസിസ് ഇന്ററാക്ഷൻ ക്യാൻ ബി യൂസ്ഫുൾ ടു ബോത്ത് പോപ്പുലേഷൻ. സിംബയോസിസ് ഇന്ററാക്ഷൻ രണ്ട് പോപ്പുലേഷനും ബെനിഫിറ്റ് ആണ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ് മാം. ട്രൂ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ 12ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റിലോട്ട് അടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്. സീ അനിമോണും ക്ലൗൺ ഫിഷും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ആ ഇന്ററാക്ഷന് പറയുന്ന പേരെന്താണ്? നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ക്ലൗൺ ഫിഷും സീ അനിമോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താണ്? ക്ലൗൺ ഫിഷും സീ അനിമോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കമൻസാലിസം ആണ്. അപ്പൊ 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കമൻസാലിസം ആണ്. കമൻസാലിസം എന്താണെന്ന് നമുക്കറിയാലോ. ഒരു സ്പീഷീസിന് ആ ഇന്ററാക്ഷൻ കാരണം ബെനിഫിറ്റ് ഉണ്ട്, മറ്റേ സ്പീഷീസിന് ബെനിഫിറ്റും ഇല്ല ഹാമും ഇല്ല. അത്തരത്തിലുള്ള നമ്മുടെ ഇന്ററാക്ഷനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. കമൻസാലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമോൺ. എന്താണ്? ക്ലൗൺ ഫിഷും സീ അനിമോണിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ്. ഈ ഒരു ഇന്ററാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചോ, ക്ലൗൺ ഫിഷിന് അതിന്റെ പ്രെഡേറ്റേഴ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആര് പ്രൊവൈഡ് ചെയ്യും? സീ അനിമോൺ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനൊരു പ്രൊട്ടക്ഷനും ഷെൽട്ടറും കൊടുത്തത് കൊണ്ട് സീ അനിമോണിന് പ്രത്യേകിച്ച് ഗുണവും ഇല്ല, പ്രത്യേകിച്ച് ദോഷവും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു റിലേഷൻ ആണ് എന്ത് കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ 13ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ 14ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കുകയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെക്ഷൽ ഡെസിറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ ദ ആൻജിയോസ്പോംസ്. ആൻജിയോസ്പോംസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൽ ഡെസിറ്റ് ഉണ്ട്. അത് ഏത് ആൻജിയോസ്പോംസ് ആണ്? ഈ ഓപ്ഷനിലുള്ള ഏത് ആൻജിയോസ്പോംസ് ആണ് സെക്ഷൽ ഡെസിറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ടാൻജറ്റിക്യുള ആണോ? ഓഫ്രിസ് ഇൻസെക്ട് ആണോ? ഓഫ്രിസ് ഓർക്കിഡ് ആണോ? അത് ഫിഗ് ഫ്ലവർ ആണോ? ഇതിൽ ഏതാണ്? കേട്ടിട്ടുണ്ടോ? ഓർക്കിഡ്. ഓഫ്രിസ് ഓർക്കിഡ് ആണ്. അതായത് 14ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഓപ്ഷൻ സി. എന്താണ് ഈ സെക്ഷൽ ഡെസിറ്റ് എന്ന് പറയുന്നത്? സെക്ഷൽ ഡെസിറ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ്. അതിൽ ഫ്ലവറിന്റെ പെറ്റൽ ഉണ്ടല്ലോ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലവറിന്റെ പെറ്റൽ എന്ന് പറയുന്നത് ഈ ഫീമെയിൽ പോളിനേറ്റിംഗ് ഇൻസെക്ടിന്റെ സിമിലർ സൈസ് ആയിരിക്കും. ആ പെറ്റൽ കണ്ടു കഴിഞ്ഞാൽ ഫീമെയിൽ ഇൻസെക്ട് ആണെന്നേ തോന്നത്തുള്ളൂ. അപ്പൊ ഫീമെയിൽ ഇൻസെക്ടിന്റെ സെയിം കളർ, സെയിം സൈസ്, സെയിം സ്ട്രക്ചർ, സെയിം മാർക്കിംഗ് ഒക്കെയാണ്. അപ്പൊ അതെന്താവും? മെയിൽ പോളിനേറ്റിംഗ് ഇൻസെക്ട് അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെക്ഷൽ ഡെസിറ്റ് അവര് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ സെക്ഷൽ ഡെസിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, ഓഫ്രിസ് ഓർക്കിഡ് ആണ് ഈ ഒരു മെക്കാനിസം എക്സിബിറ്റ് ചെയ്യണത്. അപ്പൊ മറക്കരുത്, ഓഫ്രിസ് ഓർക്കിഡ്. ഇനി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Which one of the following is a matching pair of certain organism and the kind of association? ഇതില് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് മാച്ചിങ് പെയർ എന്ന് നോക്കണം. അപ്പൊ ആദ്യത്തെ ഷാർക്ക് ആൻഡ് സക്കർ ഫിഷ്
കമൻസാലിസം എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? ആണോ? ഷാർക്കും സക്കർ ഫിഷും തമ്മിലുള്ള ഇന്ററാക്ഷൻ കമൻസാലിസം ആണോ? ആണോ? അറിയാവോ? ഇല്ല മാം. ആ, ഷാർക്കും സക്കർ ഫിഷും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കമൻസാലിസം അല്ല. അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ചെയ്തോളെ. അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ പാരസൈറ്റിസം ആണ്. ചിലപ്പോൾ കറക്റ്റ് ആയിട്ടും ചോദിക്കാമല്ലോ. ഷാർക്കും സക്കർ ഫിഷും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരുന്നോണം. ഷാർക്കും സക്കർ ഫിഷും തമ്മിലുള്ള ഇന്ററാക്ഷൻ പാരസൈറ്റിസം ആണ്. അവിടുത്തെ പാരസൈറ്റ് എന്താണ്? സക്കർ ഫിഷ് ആണ് പാരസൈറ്റ്. അപ്പൊ ഈ സക്കർ ഫിഷ് കാരണം സക്കർ ഫിഷിന് അവിടെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, ഷാർക്കിന് അവിടെ ദ്രോഹമാണ് ഉണ്ടാവുന്നത്, ഹാം ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഷാർക്കും സക്കർ ഫിഷും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്ന കമൻസാലിസം അല്ല, പാരസിറ്റിസം ആണ്. ഇനി അടുത്ത ആൽഗെ ആൻഡ് ഫഞ്ചൈൻ ലൈക്കൻസ്. ആൽഗെ ആൻഡ് ഫഞ്ചൈൻ ലൈക്കൻസ് അതെന്ന് പറയുന്നത് കറക്റ്റ് ആണ്, മ്യൂച്വലിസം ആണ്. ഇവിടെ ലൈക്കൻസിൽ എന്താണ്? ആൽഗയും ഫഞ്ചൈൻ ബോത്ത് മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. അപ്പൊ അവിടെ എന്താണ്? മ്യൂച്വലിസം കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ പറഞ്ഞ ഓപ്ഷൻ ബി ആണ്. അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓർക്കിഡ് ഓൺ ഗ്രോയിങ് ട്രീ. അപ്പൊ നമ്മൾ ഒരു ട്രീയിൽ ഓർക്കിഡ് വളർത്തുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അത് പാരസൈറ്റിസം അല്ലേ? പക്ഷെ അത് പാരസൈറ്റിസം അല്ല. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കമൻസാലിസം ആണ്. എന്താണ്? കമൻസാലിസം. എന്താണ് ഈ കമൻസാലിസം എന്ന് പറഞ്ഞാൽ? അതായത് ആ ഒരു ഇന്ററാക്ഷൻ കാരണം ഒരു സ്പീഷീസിന് ബെനിഫിറ്റും മറ്റേതിന് ബെനിഫിറ്റും ഇല്ല, ഹാമും ഇല്ല. ഇവിടെ എന്താണ്? ഈ ഓർക്കിഡ് ട്രീയിൽ വളരുന്നത് കൊണ്ട് ട്രീക്ക് ഒരു ഹാമും ഇല്ല, ബെനിഫിറ്റും ഇല്ല. മറിച്ച് ഓർക്കിഡിന് എന്ത് കിട്ടുന്നുണ്ട്? ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഓർക്കിഡ് ഗ്രോയിങ് ഓൺ ട്രീ എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? കമൻസാലിസം ആണ്. അപ്പൊ കസ്കോട്ട ഗ്രോയിങ് ഓൺ അതർ പ്ലാന്റ്സ് എഫിഫിറ്റിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കസ്കട്ട വളരുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഹാം ആണ് ഉണ്ടാവുന്നത്, അതേസമയം കസ്ക്യൂട്ടയ്ക്ക് അത് കാരണം ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. എന്താണ് 16ാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് പോപ്പുലേഷൻ? ഞാൻ കുറച്ച് പോപ്പുലേഷന്റെ എക്സാമ്പിൾ കറക്റ്റ് പോപ്പുലേഷൻ എന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. കോർമറൻസ് ഇൻ വെറ്റ്ലാൻഡ്, റാറ്റ് ഇൻ എ അബണ്ടന്റ് ഡ്വെല്ലിംഗ്, ടീക്ക് വുഡ് ട്രീസ് ഇൻ ഫോറസ്റ്റ് ട്രാക്ട്, ബാക്ടീരിയ ഇൻ കൾച്ചറൽ പ്ലേറ്റ്. ഇതിൽ ഏതൊക്കെയാണ് എന്താ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ഒള്ളി എ ആൻഡ് ബി. രണ്ടാമത്തെ ഒള്ളി എ ബി ആൻഡ് സി. മൂന്നാമത്തെ ഒള്ളി എ ബി സി ആൻഡ് ഡി. നാലാമത്തത് എ ഓൾ ഓഫ് ദം. ഇതിൽ ഏതാണ് കറക്റ്റ് വരുന്നത്? ലാസ്റ്റ് ഓപ്ഷൻ ലോട്ടസ് പ്ലാന്റ് ഇൻ ദ പോണ്ട് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഇതെല്ലാം പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതല്ലേ? അപ്പൊ 16ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താ? ഓൾ ഓഫ് ദം. 16ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദം. ഇതെല്ലാം പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യില്ലേ? ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസ് അല്ലേ? അപ്പൊ എന്താണ് കോർമറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കോർമറൻസ് എന്താണ്? ഡൈവിംഗ് ബേർഡ്സ് വിത്ത് ലോങ് ബീക്ക് ആണ് എന്ത് കോർമറൻസ് എന്ന് പറയുന്നത്. കോർമറൻസ് ഇൻ വെറ്റ്ലാൻഡ് പോപ്പുലേഷൻ എക്സാമ്പിൾ ആണ് റാറ്റ് ഇൻ ആൻ അബണ്ടന്റ് ഡ്വെല്ലിംഗ്, ടീക്ക് വുഡ് ട്രീസ് ഇൻ ഫോറസ്റ്റ് ട്രീസ്, ബാക്ടീരിയ ഇൻ കൾച്ചറൽ പ്ലാന്റ്, ലോട്ടസ് പ്ലാന്റ്സ് ഇൻ പോണ്ട്. ഇതെല്ലാം ഒരേ ടൈപ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ് മോർട്ടാലിറ്റി? റേറ്റ് മാം. ഡെത്ത് റേറ്റ് ആണ്. അതായത് 17ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എമിഗ്രേഷൻ പെർട്ടൈൻസ്. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ എമിഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? വൺ വേ ഓഫ് ഔട്ട്വേർഡ് മൂവ്മെന്റ് ആണ്. അപ്പൊ 18ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി മിമിക്രി എന്ന് വെച്ചാൽ എന്താണ് മിമിക്രി എന്ന് പറയുന്നത്? ഒരു ഓർഗാനിസം ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സിമിലാരിറ്റി, ഒരു റിസംബ്ലൻസിനെയാണ് നമ്മൾ മിമിക്രി എന്ന് പറയുന്നത്. അപ്പൊ മിമിക്രി എന്താണ്? an evolved resemblance between an organism and object. ഒരു ഒബ്ജക്റ്റും ഓർഗാനിസം തമ്മിലുള്ള റിസംബ്ലൻസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഓർഗാനിസം ദാറ്റ് ലീവ് ഇൻ ഓർ ഓൺ അനദർ ഓർഗാനിസം. അതായത് ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിന്റെ അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേര് എന്താണ്? പാരസൈറ്റുകൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ 20ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പൊ ഈ ഓർഗാനിസം ആൻഡ് എക്കോസിസ്റ്റം എന്ന ചാപ്റ്റർ ക്ലിയർ ആയോ? യെസ് മാം, ക്ലിയർ ആയിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ആണ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ?
Yes, ma'am. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം. ചോദിച്ചു. മാം ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഇതിനകത്ത് ഒരു മിമിക്രി എന്ന് പറഞ്ഞൊരു പോർഷൻ പറഞ്ഞില്ലേ, അതിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എനിക്ക് അറിയില്ല മാം, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് മിമിക്രി? ഒരു ഓർഗാനിസവും ഒരു ഓർഗാനിസം ഒബ്ജക്റ്റും തമ്മിലുള്ള റിസംബ്ലൻസ് ആണ് മിമിക്രി എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റുമോ? എക്സാമ്പിൾ നമ്മുടെ NCERT അതിന് പ്രോപ്പർ ആയിട്ട് ഒരു എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ എന്നാലും ഈ മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗാനിസും അതിന്റെ കറക്റ്റ് ആയിട്ട് ഉള്ള ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചില പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഫ്ലവർ എന്ന് പറയുന്നത് ചില ഡിഫറെന്റ് ഒബ്ജക്റ്റുമായിട്ട് സിമിലാരിറ്റി നമുക്ക് വരും. ഇപ്പം ഈ നമ്മുടെ ലീവ്സ് ഇപ്പൊ നമ്മൾ കണ്ട ഒരു പ്ലാന്റിന്റെ ലീഫ് ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റുമായിട്ട് താരതമ്യം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ലിവിങ് ആയിട്ടുള്ള ക്രീച്ചർ, അത് ചിലപ്പം ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും. ആ ബട്ടർഫ്ലൈ കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു ഒബ്ജക്റ്റിനെ പോലെ തന്നെ ഇരിക്കും. അതാണ് കറക്റ്റ് മിമിക്രി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലിവിങ് ആയിട്ടുള്ള ഓർഗാൻസ് കറക്റ്റ് ഒരു ഒബ്ജക്റ്റിനെ പോലെ മിമിക് ചെയ്യും. അതിനെയാണ് മിമിക്രി എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കത്തില്ല, കാരണം അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ്, അതായത് കറക്റ്റ് ഒരു ലിവിങ് ഓർഗാൻസം ഒരു നോൺ ലിവിങ് ഓർഗാൻസത്തിനെ പോലെ ഇരിക്കും. അതാണ് മിമിക്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ മാം, ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റൻ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ആണ്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വാട്ട് ആർ ദ 2 ബേസിക് കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം. അപ്പൊ എക്കോസിസ്റ്റത്തിന്റെ 2 ബേസിക് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ 2 ബേസിക് കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ പഠിച്ചു കാണും. 2 ബേസിക് കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം ഏതൊക്കെയാണ്? Aquatic and terrestrial. അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ആണ് 2 ബേസിക് കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് ആണ് 2 ബേസിക് കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ടെറസ്ട്രിയലിന്റെ എക്സാമ്പിൾ നോക്കാം. ടെറസ്ട്രിയലിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഡെസേർട്ട്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഇതെല്ലാം ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനുള്ളിൽ വരുന്നതാണ്. ഇനി അതേസമയം അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വരുന്നത് എന്താണ്? പോണ്ട്, ലേക്ക്, റിവർ, വെറ്റ് ലാൻഡ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് അണ്ടറിൽ വരികയാണ്. അപ്പൊ 2 ബേസിക് കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ട്. അപ്പൊ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ വരുന്നതാണ് ഡെസേർട്ട്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വരുന്ന പോണ്ട്, ലേക്സ്, റിവേഴ്സ്, വെറ്റ്ലാൻഡ് എല്ലാം അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ്. ഇനി അടുത്ത നമുക്ക് 22ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അറിയാവോ? Interaction between biotic and abiotic. എക്കോസിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് എന്ത്? എക്കോസിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ 22ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വിച്ച് ഓർഗാനിസം ഈസ് സെഡ് ടു ബി ഫാമേഴ്സ് ഫ്രണ്ട്? ഇത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാമേഴ്സ് ഫ്രണ്ട് എന്നറിയപ്പെടുന്ന ഓർഗാനിസം ഏതാണ്? എർത്ത് ആണ് അല്ലെ ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഓർഗാനിസം കോൾഡ് ദോസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ? അതായത് നമ്മുടെ മണ്ണിലൊക്കെ കാണപ്പെടുന്ന അവശിഷ്ടങ്ങളുണ്ടല്ലോ, കോംപ്ലക്സ് ലീഫ്, അതുപോലുള്ള ഫീക്കൽ മാറ്റേഴ്സ്, അതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് ഡെഡ് ആൻഡ് റിമെയിൻ മാറ്റേഴ്സിനെ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? ഡീകമ്പോസേഴ്സ് ആണ്. അപ്പൊ 24ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഡീകമ്പോസേഴ്സ് ആണ്. അപ്പൊ ഈ ഡീകമ്പോസിഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ നമ്മൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ് പോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെഡ് പ്ലാന്റ് റിമെയിൻസ് എന്ന് പറയുമ്പോൾ അതില് നമുക്ക് എന്താണ്? ലീവ്സ്, കൊഴിഞ്ഞു വീഴുന്ന ലീവ്സ്, ബാർക്ക്, ഫ്ലവേഴ്സ്, ആനിമൽസിന്റെ അവശിഷ്ടങ്ങൾ, ഫീക്കൽ മാറ്റേഴ്സ്, ഇതിനെല്ലാം പറയുന്ന പേരാണ് എന്ത്? ഡെട്രിറ്റസ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡീകമ്പോസിഷന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെട്രിറ്റസ് ആണ്. ഈ ഡെട്രിറ്റസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ലീഫ്, ഫ്ലവേഴ്സ്, ഡെഡ് റിമെയിൻസ് ഓഫ് ആനിമൽസിനെയൊക്കെയാണ് നമ്മൾ ഡെട്രിറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഡീകമ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ കോംപ്ലക്സ് ഓർഗാനിക് റിമെയിൻസ് സച്ചസ് ഡെഡ് ആനിമൽ റിമെയിൻ, ഡെഡ് പ്ലാന്റ് റിമെയിൻ ആൻഡ് ഫീക്കൽ മാറ്റർ പോൾ? ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഡെഡ് ആനിമൽ റിമെയിൻ, ഡെഡ്
പ്ലാന്റ് റിമെയിൻ, ഫീക്കൽ മാറ്റേഴ്സിനെ ഒക്കെ പറയുന്ന പേരെന്താണ്? ഇതാണ് ഡീകമ്പോസിഷന്റെ റോ മെറ്റീരിയൽ എന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഹ്യൂമസ് ആണോ, മ്യൂക്കസ് ആണോ, എക്സ്ക്രീറ്റ് ആണോ, ഡെട്രിറ്റസ് ആണോ? ഡെട്രിറ്റസ്. ഡെട്രിറ്റസ്. 25ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈം ബൈ ദ ഡീകമ്പോസർ ടു കൺവേർട്ട് insoluble complex organic molecules into soluble organic and inorganic molecules കൊണ്ട്. അതായത് ഒരു ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ് എന്താണ്? ഡൈജസ്റ്റീവ് എൻസൈംസ് വെച്ചിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളിനെ സിംപിളർ ആയിട്ടുള്ള ഇനോർഗാനിക് മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഫ്രാഗ്മെന്റേഷൻ ആണോ, ഡീകമ്പോസിഷൻ ആണോ, ഹ്യൂമിഫിക്കേഷൻ ആണോ, കെറ്റബോളിസം ആണോ? ഡീകമ്പോസിഷൻ. കാറ്റബോളിസം. നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസിനെ യൂസ് ചെയ്യുന്നു എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കാറ്റബോളിസം ആണ്. ഓരോ ഡിഫറെന്റ് പ്രോസസ്സും നിങ്ങൾ നല്ല വൃത്തിക്ക് ഓർത്തിരിക്കണം. അതായത് നമ്മുടെ ഡീകമ്പോസിഷന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്, അതിൽ ഓരോ സ്റ്റെപ്സും അറിയണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫ്രാഗ്മെന്റേഷൻ ആണ്, പിന്നെ ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. ഇതാണ് 5 ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീകമ്പോസിഷന് എത്ര സ്റ്റെപ്സ് ആണുള്ളത്? ഡീകമ്പോസിഷന് 5 ഡിഫറെന്റ് സ്റ്റെപ്സ് ആണുള്ളത്. അപ്പൊ ഡീകമ്പോസിഷന്റെ 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ലീച്ചിങ് ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്, ഹ്യൂമിഫിക്കേഷൻ ഉണ്ട്, ആൻഡ് മിനറലൈസേഷൻ. അപ്പം അത് എന്താണെന്ന് ചോദിച്ചാൽ ഡെട്രിവോറസ്, അതായത് എർത്ത് വോം പോലുള്ള ഓർഗാനിസം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഡീകമ്പോസിഷന്റെ റോ മെറ്റീരിയൽ ആയ ഡെട്രിറ്റസ് ഉണ്ടല്ലോ, ഡെഡ് റിമെയിൻസിനെയൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിന് സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. അപ്പം ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലീച്ചിങ് ആണ്. ലീച്ചിങ്ങിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വാട്ടറിൽ ലയിച്ച് ചേർന്ന ഇനോർഗാനിക് ന്യൂട്രിയൻസ് എന്താണ്? വാട്ടറിലോട്ട് പ്രസിപ്പിറ്റേറ്റഡ് ആവും. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പ്രോസസ്സാണ് ലീച്ചിങ് എന്ന് പറയും. ഇനി അടുത്തത് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ എൻസൈംസിന്റെ സഹായത്തോടു കൂടി ഡെട്രിറ്റസ് ഡീഗ്രേഡ് ആയി ഇനോർഗാനിക് സബ്സ്റ്റൻസിലായി കൺവേർട്ടഡ് ആവും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാറ്റബോളിസം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ എന്താണ്? നമ്മുടെ മണ്ണിൽ ഒരു ഡാർക്ക് കളർ, ഒരു അമോർഫസ് സബ്സ്റ്റൻസ് ആയി ഇതെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സബ്സ്റ്റൻസ്, ആ ഡാർക്ക് കളർ അമോർഫസ് സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ഹ്യൂമസ് എന്ന് പറയും. ഇനി ഈ ഹ്യൂമസ് പിന്നെയും മൈക്രോബിയൽ ആക്ഷൻസ് കാരണം ഡീഗ്രേഡ് ആയി എന്തായിട്ട് ഫോം ചെയ്യും? അതിന് ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് 5 ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കെറ്റാബോളിസം മനസ്സിലായല്ലോ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി 27ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡാർക്ക് കളർഡ് അമോർഫസ് സബ്സ്റ്റൻസ് കോൾഡ്? നമ്മളിപ്പോ പറഞ്ഞു ഡാർക്ക് കളർ അമോർഫസ് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ലീച്ചിങ്, കെറ്റാബോളിസം, ഫ്രാഗ്മെന്റേഷൻ, ഹ്യൂമിഫിക്കേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ്? ഹ്യൂമിഫിക്കേഷൻ. ഹ്യൂമിഫിക്കേഷൻ. അതായത് 27ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർക്കൊലേഷൻ ഓഫ് ദ സോലിബിൾ സബ്സ്റ്റൻസ് ഫോം ഡ്യൂ ടു ഡീകമ്പോസിഷൻ? ഡീകമ്പോസിഷൻ സമയത്ത് ഒരു സോലിബിൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു. അത് എന്താണ്? ഹ്യൂമിഫിക്കേഷൻ ആണോ, ലീച്ചിങ് ആണോ, മിനറലൈസേഷൻ ആണോ, കെറ്റബോളിസം ആണോ? ലീച്ചിങ് ആണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി 29ാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ബോത്ത് മിനറൽ ആൻഡ് നോൺ മിനറൽ ഫ്രം ദ ഓർഗാനിക് മാറ്റർ? അപ്പൊ എന്താണ് മിനറലും നോൺ മിനറലും ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഫ്രാഗ്മെന്റേഷൻ ആണോ, മിനറലൈസേഷൻ ആണോ, ഹ്യൂമിഫിക്കേഷൻ ആണോ, ലീച്ചിങ് ആണോ? മിനറൽസ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ ലാസ്റ്റ് പഠിച്ച സ്റ്റെപ്പാണ് മിനറലൈസേഷൻ ആണ്. അപ്പൊ 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സ്റ്റെപ്സ് ആർ ഇൻവോൾവ് ഇൻ ഡീകമ്പോസിഷൻ? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ഡീകമ്പോസിഷനിൽ എത്ര ഡിഫറെന്റ് സ്റ്റെപ്സ് ആണുള്ളത്? ഡീകമ്പോസിഷനിൽ എത്ര ഡിഫറെന്റ് സ്റ്റെപ്സ് ആണുള്ളത്? 5 ഡിഫറെന്റ് സ്റ്റെപ്സ് ആണുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ഡീകമ്പോസിഷനിലെ 5 ഡിഫറെന്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫ്രാഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു, ലീച്ചിങ് ഉണ്ടായിരുന്നു, കെറ്റബോളിസം ഉണ്ടായിരുന്നു, ഹ്യൂമിഫിക്കേഷൻ ഉണ്ടായിരുന്നു, മിനറലൈസേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 5 ഡിഫറെന്റ് പ്രോസസ് ആണ് എന്തിലുള്ളത്? ഡീകമ്പോസിഷനിലുള്ളത്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ഡീകമ്പോസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ? ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, അമോണിയ ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ? ഇതിന് എന്താണ് നമുക്ക് വേണ്ടത്?
ഡീകമ്പോസിഷൻ ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഓക്സിജൻ ആണ് വേണ്ടത്. അപ്പൊ 31ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് 32ാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബയോട്ടിക് കമ്പോണന്റ് ഓഫ് പോണ്ട്? പോണ്ടിന്റെ അബയോട്ടിക് കമ്പോണന്റ് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? ബാക്ടീരിയ ആണോ? അബയോട്ടിക് എന്ന് പറയുന്നത് എന്ത് കമ്പോണന്റ് ആണ്? എന്താണ് അബയോട്ടിക് കമ്പോണന്റ്? നോൺ കമ്പോണന്റ് ആണ് അല്ലേ? നോൺ ലിവിംഗ് കമ്പോണന്റ് ആണ് അബയോട്ടിക് കമ്പോണന്റ്. ഈ തന്നിട്ടുള്ളതിൽ അബയോട്ടിക് കമ്പോണന്റ് ഏതാ പറഞ്ഞേ? Water. വാട്ടർ. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓട്ടോട്രോഫിക് കമ്പോണന്റ് ഓഫ് പോണ്ട്? തന്നിട്ടുള്ളതിൽ പോണ്ടില് ഓട്ടോട്രോഫിക് കമ്പോണന്റ് ഏതാണ്? Phytoplankton. ഫൈറ്റോ പ്ലാങ്ടൻസ് ആണ്. ഓട്ടോട്രോഫിക് കമ്പോണന്റ് വരുന്നത് എന്താണ്? ഫൈറ്റോ പ്ലാങ്ടൻ ആണ് ഓട്ടോട്രോഫിക് കമ്പോണന്റ് ആയിട്ട് വരുന്നത്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡീകമ്പോസർ ഓഫ് പോണ്ട് സിസ്റ്റം? ഇത് തന്നിട്ടുള്ളതിൽ പോണ്ട് സിസ്റ്റത്തിൽ ഡീകമ്പോസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഫംഗൈകളാണ് എപ്പോഴും എന്ത് പോണ്ടിൽ ഡീകമ്പോസർ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ 34ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 35ാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ പ്രസന്റ് ഇൻ വേരിയസ് ട്രോപ്പിക് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ? അപ്പൊ നമ്മൾ പല ട്രോഫിക് ലെവൽ ഫുഡ് ചെയിനിൽ പല ട്രോഫിക് ലെവലിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറയുന്ന പേരെന്താണ്? പല ഡിഫറെന്റ് പിരമിഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയും. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ടേംസ് ആർ ദ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ? ഇതില് ഏത് ടേം ആണ് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്? പ്രോബ്ലംസ് ആണോ? ബയോമാസ് ആണോ? ഇക്കോളജിക്കൽ സ്ട്രെസ്സസ് ആണോ? ഏജ് ആണോ? നമ്മള് ട്രോഫിക് ലെവലിൽ കൺസ്യൂമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ബയോമാസ് ആണല്ലേ. എന്താണ് ഈ ബയോമാസ് എന്ന് പറയുന്നത്? ടോട്ടൽ ഡ്രൈ വെയിറ്റ് ആണ്. ഒരു ലിവിംഗ് മാറ്ററിൽ വാട്ടർ ഒഴിച്ച് ബാക്കിയുള്ള ഡ്രൈ വെയിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയോമാസ് എന്ന് പറയുന്നത്. അപ്പൊ ബയോമാസിന്റെ ടേംസിലാണ് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ 36ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 37ാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം. ഇൻ വിച്ച് ടേംസ് ആർ ദ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ? പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ വേറെ എന്താണ് റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്ന? ബയോമാസ് അല്ലാതെ പിന്നെ എന്താണ്? എനർജി വെച്ചിട്ടും നമ്മൾ റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ 37ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ഹൂ ഫോർമുലേറ്റഡ് ഇക്കോളജിക്കൽ പിരമിഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തിരുന്നോണ്ട്. ഇക്കോളജിക്കൽ പിരമിഡ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ റെഫറൻസ് മെറ്റീരിയലിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൂ ഫോർമുലേറ്റഡ് ഇക്കോളജിക്കൽ പിരമിഡ്? ഇക്കോളജിക്കൽ പിരമിഡ് ഫോർമുലേറ്റ് ചെയ്ത ആരാണ്? ചാൾസ് ഡാർവിൻ ആണോ? റെയ്മൺ ആണോ? ചാൾസ് എൽട്ടൺ ആണോ? ഗ്രിഗർ ആണോ? ആരാണ്? ഓർമ്മയുണ്ടോ? ഇക്കോളജിക്കൽ പിരമിഡ് ഫോർമുലേറ്റ് ചെയ്ത ചാൾസ് എൽട്ടൺ ആണ്. ഇൻ ദ ഇയർ 1972 ആണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇനി അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പിരമിഡ് റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ഈച്ച് ലെവൽ? അതായത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിരമിഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് പിരമിഡ് ആണ് ഓരോ ലെവലിലെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ സ്പെസിഫൈ ചെയ്യുന്നത്? നമ്മൾ പിരമിഡ് ഓഫ് എനർജി പഠിച്ചു, പിരമിഡ് ഓഫ് ഏജ് പഠിച്ചു, പിരമിഡ് ഓഫ് നമ്പർ പഠിച്ചു. അപ്പം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ഡിഫറെന്റ് ലെവലിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? പിരമിഡ് ഓഫ് നമ്പർ ആണ്. അപ്പൊ 39ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ ടോട്ടൽ ഡ്രൈ വെയിറ്റ്? ഇതിൽ ഏതാണ് ഡ്രൈ വെയിറ്റിന് റെപ്രസെന്റ് ചെയ്യുന്ന? ഡ്രൈ വെയിറ്റ് എന്ന് പറയുമ്പോൾ ബയോമാസിന്റെ ടേംസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഏത് പിരമിഡ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്ന? പിരമിഡ് ഓഫ് ബയോമാസ് ആയിരിക്കും. അപ്പൊ 40ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അത്രയാകുമ്പോൾ നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും കഴിഞ്ഞ് എക്കോസിസ്റ്റവും കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. അടുത്ത 2 ടോപ്പിക്ക് ഇന്ന് തന്നെ എടുക്കട്ടെ അതോ നാളെ എടുക്കണോ? നാളെ ആണേലും മാം. ഇന്ന് എന്താണ്? എങ്ങനെയായാലും കുഴപ്പമില്ല. നാളെ കണ്ടിന്യൂ ചെയ്യാം. എന്തോ കണ്ടിന്യൂ ചെയ്യട്ടെ? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കണ്ടിന്യൂ ചെയ്യാണെങ്കിൽ അപ്പൊ നമുക്ക് ഇന്നങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാലോ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്ന ബയോടെക്നോളജിയാണ്.
അപ്പൊ ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് ലൈവ് കഴിഞ്ഞ ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് ബയോടെക്നോളജി ആദ്യത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം. ദ ടെക്നിക് ഓർ പ്രോസസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ബയോടെക്നോളജി. ബയോടെക്നോളജിക്ക് എന്റെ അണ്ടറിൽ വരുന്ന പ്രോസസ്സസ് ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, കറക്റ്റിംഗ് ഓഫ് ഡിഫക്റ്റീവ് ജീൻ. കറക്റ്റിംഗ് ഓഫ് ഡിഫക്റ്റീവ് ജീൻ എന്ന് പറയുമ്പോൾ ജീൻ തെറാപ്പിയിൽ വരുന്നതാണ്. പിന്നെ ഡെവലപ്പിംഗ് ഓഫ് DNA വാക്സിൻ. ഓൾ ഓഫ് ദീസ് ഇതിൽ ഏതാണ് കറക്റ്റ്? All of these. ഓൾ ഓഫ് ദീസ് ആണ്. ഓൾ ഓഫ് ദീസ് ആണ് All of correct. this, ma'am. അതായത് ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ബയോടെക്നോളജിയുടെ ഡെഫിനിഷനിൽ തന്നെ എന്താണ് ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ എൻസൈംസിനെ യൂസ് ചെയ്ത് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഫോം ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ് ആൻഡ് പ്രോഡക്ട്സിനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്നത്. അത് തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഓൾഡ് ബയോടെക്നോളജി ആൻഡ് ന്യൂ ബയോടെക്നോളജി. നമ്മുടെ വീട്ടിൽ പാല് തൈരാക്കും, ഇതൊക്കെ നമ്മൾ ബയോടെക്നോളജി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ അതൊക്കെ എന്താണ് ഓൾഡ് ബയോടെക്നോളജിയെ കൺസെപ്റ്റിന് അണ്ടറിൽ വരുന്നതാണ്. മേക്കിംഗ് ഓഫ് കേർഡ്, വൈൻ, ഇതെല്ലാം എന്താണ് ഓൾഡ് ബയോടെക്നോളജിയിൽ അണ്ടറിൽ വരുന്നതാണ്. ഇനി ന്യൂ ബയോടെക്നോളജിയിൽ വരുന്നതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ടെസ്റ്റ് ട്യൂബ് ബേബീസിനെയൊക്കെ ഡെവലപ്പ് ചെയ്തില്ലേ. പിന്നെ എന്താണ് ജീൻ തെറാപ്പി, DNA വാക്സിൻ, ഇതെല്ലാം എന്തിൽ വരുന്നതാണ് ന്യൂ ബയോടെക്നോളജിയിൽ വരുന്നതാണ്. അപ്പൊ ഈ തന്നിട്ടുള്ളതെല്ലാം എന്താണ് ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്ത EFB സ്റ്റാൻഡ്സ് ഫോർ. EFB എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് വരുന്നത്? EFB യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ആണോ, യൂറോപ്യൻ ഫൗണ്ടേഷൻ ഓഫ് ബയോടെക്നോളജി ആണോ, യൂറോപ്യൻ ഫോഴ്സ് ഓഫ് ബയോടെക്നോളജി ആണോ, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോളജിക്കൽ സയൻസസ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? EFB അറിയാവോ? Option A. EFB സ്റ്റാൻഡ്സ് ഫോർ. EFB എന്താണ്? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ആണ് എന്ത് EFB എന്ന് പറയുന്നത്. അപ്പൊ EFBയുടെ ഫൗണ്ടേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ സയന്റിസ്റ്റ് ആണ്. അത് 1978 ഫോം ചെയ്ത്. ഈ ഒരു ഫെഡറേഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സയന്റിഫിക് സൊസൈറ്റിയിലുള്ളതും നാഷണൽ ബയോടെക്നോളജി അസോസിയേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഇൻഡിവിജ്വൽ ബയോടെക്നോളജിസ്റ്റും ഒക്കെ എന്താണ് ഇതിന്റെ അംഗങ്ങളാണ്. ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ EFBയുടെ ഫുൾ ഫോം എന്താണ്? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി എന്നാണ്. ഇനി അടുത്തത് എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഇൻക്ലൂഡ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ചേഞ്ച് ഇൻ ജീനോടൈപ്പ് ഓൺലി, ചേഞ്ച് ഇൻ ഫീനോടൈപ്പ് ഓൺലി, ബോത്ത് 1 and 2, നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്? ഏതാ അറിയാവോ? ബോത്ത് 1 and 2 ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി നാച്ചുറലി ഉള്ള ജനറ്റിക് മെറ്റീരിയലായ DNA-നെ RNA-നെ ഓൾട്ടർ ചെയ്യാണ്. ഓൾട്ടർ ചെയ്ത് പുതിയൊരു ജനറ്റിക് മെറ്റീരിയൽ പോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തിനൊക്കെ മാറ്റം വരുന്നുണ്ട്? ജനറ്റിക് മെറ്റീരിയൽ ജീനോടൈപ്പിന് മാറ്റമുണ്ട്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനും ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ജീനോടൈപ്പ് ഫീനോടൈപ്പിനെ അവിടെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക് ഇൻവോൾവ് എന്താണ്? ചേഞ്ചസ് ഇൻ ജീനോടൈപ്പ് ആൻഡ് ചേഞ്ചസ് ഇൻ ഫീനോടൈപ്പ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടെക്നിക് മേഡ് ഇറ്റ് പോസിബിൾ ടു ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിവിംഗ് ഓർഗാനിസം. ഇതിൽ ഏതാണ് നമ്മൾ ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് ലിവിംഗ് ഓർഗാനിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത്? ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ടെക്നിക് ഇതിൽ ഏതാണ്? റീകോമിനന്റ് DNA ടെക്നിക്സ് ആണോ, എക്സ്റേ ഡിഫ്രാക്ഷൻ ആണോ, ഹൈബ്രിഡൈസേഷൻ ആണോ, ഹെവിയർ ഐസോടോപ്പ് ലാബ് ആണോ? ഇതിൽ ഏതാണ്? RDNA ടെക്നോളജി, റീകോമ്പിനേഷൻ DNA ടെക്നോളജി. നാലാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ 1 ആണ്. അപ്പൊ റീകോമ്പിനേഷൻ DNA ടെക്നോളജി ഒക്കെ മിസ് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഈ റീകോമ്പിനേഷൻ DNA എന്ന് പറയുന്നത്? നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ DNA കൺസ്ട്രക്ട് ചെയ്യും. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ DNA കൺസ്ട്രക്ട് ചെയ്യുന്നത്? 2 ഡിഫറെന്റ് ഓർഗാനിസത്തിന്റെ DNA കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ DNA ക്രിയേറ്റ് ചെയ്തെടുക്കും. ആ ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ DNA നമ്മൾ പോസ്റ്റ് ഓർഗാനിസത്തിൽ ഇൻസേർട്ട് ചെയ്യും. പോസ്റ്റ് ഓർഗാനിസത്തിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു DNA പിന്നീട് എന്ത് സംഭവിക്കും? റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റ് ചെയ്തതിനു ശേഷം ആ ഓർഗാനിസം അതിന്റെ വരും തലമുറ, അതായത് അതിന്റെ പ്രൊജനിയിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീകോമ്പിനേഷൻ DNA ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത എക്സ്പെരിമെന്റ് ഓർത്തോളെ. ആദ്യത്തെ റീകോമ്പിനേഷൻ DNA കൺസ്ട്രക്ട് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കോഹൻ ആൻഡ് ബോയർ ആണ്. അവരുടെ എക്സ്പെരിമെന്റിന്റെ പേര് കോഹൻ ആൻഡ് ബോയർ എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ കോഹൻ ആൻഡ് ബോയർ എക്സ്പെരിമെന്റ് വഴി അവരെന്താണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ DNA, അതായത് ആദ്യത്തെ റീകോമ്പിനേഷൻ DNA ഡെവലപ്പ് ചെയ്തു. ആദ്യത്തെ റീകോമ്പിനേഷൻ DNA അവർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഈക്കോളൈ ബാക്ടീരിയയിലാണ് അത് അവർ ഡെവലപ്പ് ചെയ്തത്. ഈ ഈക്കോളൈ ബാക്ടീരിയ എന്ന് പറയുന്നത്
അതിന് ഇല്ലാത്തൊരു ഫീച്ചറാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഫീച്ചർ. അപ്പൊ ഈ ഈക്കോളൈ ബാക്ടീരിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് അല്ല. അപ്പൊ ഈ സയന്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈക്കോളൈ ബാക്ടീരിയയെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കി. അപ്പൊ ഈ ഈക്കോളൈ ബാക്ടീരിയനെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീന് അതിന്റെ ബോഡിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവുമെന്ന് അവർക്കൊരു ഊഹം ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈക്കോളൈ ബാക്ടീരിയനെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ് അതിന് വേണ്ടിയിട്ട് അവർക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീന് ഈക്കോളൈ ബാക്ടീരിയ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം എന്ത് വേണം? ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ കണ്ടെത്തി എന്നിട്ട് ആ ബാക്ടീരിയയിൽ നിന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീന് കട്ട് ചെയ്തെടുത്തിട്ട് അത് നേരിട്ട് ഈ ബാക്ടീരിയയിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ നേരിട്ട് ഇൻസേർട്ട് ചെയ്തപ്പോൾ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് അത് നേരിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാൽമണല്ല ടൈഫിമോറിയം, ഓർത്തോണം എന്താണ് സാൽമണല്ല ടൈഫിമോറിയം. സാൽമണല്ല ടൈഫിമോറിയം എന്ന് പറയുന്നത് ഒരു ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ സാൽമണല്ല ടൈഫോയിഡ്. അപ്പൊ ആ ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് DNA കളക്ട് ചെയ്തു. അതിന്റെ പ്ലാസ്മിഡ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സർക്കുലർ DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പൊ സാൽമണല്ല ടൈഫീരിയത്തിന്റെ പ്ലാസ്മിഡും ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയയുടെ DNA അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അതെന്ത് ചെയ്തു? ഈക്കോളൈ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈക്കോളൈ ബാക്ടീരിയ എന്താണ്? ഈ DNA അക്സെപ്റ്റ് ചെയ്തു. അതായത് നമ്മുടെ ഈ ഹോസ്റ്റ് ഓർഗാനിസം എന്താണ്? ഈക്കോളൈ ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ഈക്കോളൈ ബാക്ടീരിയ എന്ത് ചെയ്തു? ഈ ഒരു DNA അക്സെപ്റ്റ് ചെയ്തു. അപ്പം അതിന് ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പൊ ഇപ്പൊ അതിന് എന്ത് പറ്റി? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കൂടെ കിട്ടി. അപ്പൊ അതെന്തായി? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആയി. അപ്പൊ ആ പ്രോപ്പർട്ടി അതിൽ തന്നെ വെച്ചിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? അത് അതിന്റെ പ്രോജനിയിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് കോഹൻ ആൻഡ് ബോയസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അടുത്തത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ക്രിയേറ്റ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് വേണ്ട ഡിസൈറബിൾ ആയിട്ടുള്ള ജീനിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന DNA ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനുശേഷം ഹോസ്റ്റ് ഓർഗാനിസം ഈ DNA മെയിൻറ്റെയിൻ ചെയ്യണം. അത് അതിന്റെ പ്രോജനികൾക്ക് ട്രാൻസ്മിറ്റും ചെയ്യണം. ഇതാണ് എന്ത്? ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഉണ്ടാക്കുന്നതിന്റെ ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റീകോമ്പിനേഷൻ DNA ടെക്നോളജി നമുക്ക് ചുമ്മാ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഈ ടൂൾസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ടൂൾസ് എന്തൊക്കെയാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ്, പോളിമറൈസ് എൻസൈംസ്, DNA ലിഗേസസ്, ക്ലോണിംഗ് വെക്ടർ, ഹോസ്റ്റ് ഓർഗാനിസം. അതിന് ആദ്യത്തേത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ജീൻ ഉണ്ടല്ലോ, ആ ജീന് നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ. ആ ജീന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള DNA കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈംസിനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ DNA അവിടെ കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എൻസൈംസിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? മോളിക്യുലാർ സിസേഴ്സ് ആണ്. ഓർത്തോളണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ മറ്റൊരു പേരെന്താണ്? മോളിക്യുലാർ സിസേഴ്സ് ആണ്. 2 ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. എന്തൊക്കെയാണ് 2 ടൈപ്സ് എന്ന് പറയുന്നത്? എക്സോന്യൂക്ലിയസും ഉണ്ട്, എൻഡോന്യൂക്ലിയസും ഉണ്ട്. എന്തൊക്കെയാണ് 2 ടൈപ്സ് എന്ന് പറയുന്നത്? എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് DNAയുടെ എൻഡിലർ ന്യൂക്ലിയോടൈഡ് മാത്രം റിമൂവ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് പൊസിഷൻ, DNAയിലെ സ്പെസിഫിക് പൊസിഷനിലുള്ള ന്യൂക്ലിയോടൈഡ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? എൻഡോന്യൂക്ലിയസ് ആണ്. പിന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താണ്? നമുക്ക് DNAയുടെ സ്പെസിഫിക് പൊസിഷനിലുള്ള ന്യൂക്ലിയോടൈഡ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് എന്ത്? എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് വെച്ചാൽ ഹൈൻഡ് 2 ആണ്. എന്താണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്? ഹൈൻഡ് 2 ആണ്. അപ്പൊ ഹൈൻഡ് 2ന്റെ പ്രത്യേകത എന്താണ്? അത് പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് DNAയുടെ ന്യൂക്ലിയോടൈഡ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പർട്ടിക്കുലർ ബേസ് പെയർസിലായിരിക്കും കട്ട് ചെയ്യുന്നത്. പർട്ടിക്കുലർ ബേസ് പെയർസ് എന്ന് പറയുമ്പോൾ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ പോലുള്ള നൈട്രജൻ ബേസ് പെയർ ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും അത് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ് റീകോമ്പിനേഷൻ DNA ടെക്നിക്സ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടെക്നിക് മേഡ് ഇറ്റ് പോസിബിൾ ടു ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിവിംഗ് ഓർഗാനിസം? എന്താണ്? RDNA ടെക്നിക് ആണ്. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ RDNA ടെക്നിക്സ്? ഒരു ചെറിയ ഐഡിയ കിട്ടിയോ? നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, കുറച്ചും ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി അടുത്തത് എന്താണ്? The enzyme that cut, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The enzyme that cut specifically recognition site in the DNA. DNA സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നേഷൻ സൈറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈംസ് ഏതാണ്? ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഏത് എൻസൈം ആണ്? ഏതാ? അതെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് DNA നമുക്ക് ഏത് സെല്ലിലോട്ട് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ DNA നമ്മൾ സെല്ലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് മൈക്രോ ഇഞ്ചക്ഷൻ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എബിലിറ്റി ഓഫ് എ പ്ലാന്റ് ഓർ അനിമൽ സെൽസ് ടു റിപ്പീറ്റഡ്ലി ഡിവൈഡ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു കോംപ്ലക്സ് ഓർഗാനിസം. അതായത് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ എനിമൽ സെൽസിന്റെ ഒരു എബിലിറ്റിയാണ്. അവര് സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ഫോം ചെയ്യാൻ പറ്റും. ആ ഒരു എബിലിറ്റിനെ പറയുന്ന പേരെന്താണ്? ക്ലോണിംഗ് ആണോ, DNA ഫിംഗർ പ്രിന്റിംഗ് ആണോ, സെല്ലുലാർ ടോട്ടിപൊട്ടൻസി ആണോ, അത് മൈറ്റോസിസ് ആണോ? ഏതാണ് കറക്റ്റ്? Totipotency. സെല്ലുലാർ ടോട്ടിപൊട്ടൻസി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ മറ്റൊരു പേരെന്താണ്? Molecular scissors. അതെ, മോളിക്കുലാർ സിസേഴ്സ്. അത് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് നമ്മൾ മോളിക്കുലാർ സിസേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ബാക്ടീരിയൽ DNA. ആ സർക്കുലർ DNA പറയുന്ന പേരെന്താണ്? ബാക്ടീരിയൽ സർക്കുലർ DNA പറയുന്ന പേര് പ്ലാസ്മിഡ് എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ബി ആണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇനി ഇതിൽ ഏതാണ് നമ്മൾ ജീൻ ക്ലോണിങ്ങിന് യൂസ് ചെയ്യുന്നത്? ജീൻ ട്രാൻസ്ഫറിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ സർക്കുലർ DNA ആണ്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ബാക്ടീരിയയുടെ സർക്കുലർ DNA എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മിഡ് ആണ്. അപ്പൊ പത്താമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്ന ബാക്ടീരിയ സെല്ലിലെ പ്ലാസ്മിഡിന്റെ പ്രത്യേകത എന്താണ്? അത് സർക്കുലർ ആണ്, ഡബിൾ ആണ്, ഹെലിക്കൽ ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റിലോട്ട് പോകും. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് റീകോമ്പിനന്റ് DNA RDNA ഡെവലപ്പ് ചെയ്തതിനെ പറ്റി പഠിച്ചു. ആ എക്സ്പെരിമെന്റിനെയൊക്കെ പറ്റി പഠിച്ചു. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത പ്ലാസ്മിഡ് ഏതാണ്? ഏത് ബാക്ടീരിയത്തിന്റെ പ്ലാസ്മിഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്? നമ്മൾ സാൽമണല്ല ടൈഫിമോറിയത്തിന്റെ പ്ലാസ്മിഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഇനി അടുത്ത് എന്താണ്? ആൻ എൻസൈം കാറ്റലൈസിംഗ് ദ റിമൂവൽ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് DNAയുടെ എൻഡിൽ നിന്ന് മാത്രം ന്യൂക്ലിയോടൈഡ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസിന്റെ പേരെന്താണ്? രണ്ട് ടൈപ്സ് ഓഫ് എൻസൈംസ് നമ്മൾ പഠിച്ചു. എക്സോന്യൂക്ലിയസ് ആണ് ആ ഒരു എൻഡിൽ നിന്ന് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കട്ടിംഗ് ഓഫ് DNA അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ. DNA നമ്മൾ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ DNA നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്തിന്റെ ഡിസ്കവറിക്ക് ശേഷമാണ്? ഏത് എൻസൈംസിന്റെ ഡിസ്കവറിക്ക് ശേഷമാണ്? എൻഡോന്യൂക്ലിയസ്. അതെ, അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലേ അത്? എൻഡോന്യൂക്ലിയസ്, എക്സോന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോളിക്കുലാർ സിസ്റ്റേഴ്സ്? മോളിക്കുലാർ സിസ്റ്റേഴ്സ് ഏത് എൻസൈംസിനെയാണ് നമ്മൾ മോളിക്കുലാർ സിസ്റ്റേഴ്സ് DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ്? അത് ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഇനി വേറൊരു എൻസൈം ഉണ്ട്, ലിഗേസസ്. നമ്മൾ ഈ കട്ട് ചെയ്ത DNA നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ കൊണ്ടുപോയി നമുക്ക് കമ്പൈൻ ചെയ്യണമല്ലോ, അതിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കണമല്ലോ. അതിനുവേണ്ടി സഹായിക്കുന്ന എൻസൈം ആണ് എന്ത്? ലിഗേസ് എന്ന് പറയുന്നത്. ലിഗേസിന്റെ മറ്റൊരു പേര് ഓർത്ത് വെച്ചോണ്ടേ. ലിഗേസിന്റെ മറ്റൊരു പേരാണ് എന്ത്? മോളിക്കുലാർ ഗ്ലൂ ആണ് എന്ത്? ലിഗേസിന്റെ മറ്റൊരു പേര് വരുന്നത്. ഇനി ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റിപ്പോർട്ട് ചെയ്തത് നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ്? ഹൈൻഡ് 2 ആണ് എന്ത്? ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഹൈൻഡ് 2 ആണ്. ഇനി അടുത്ത എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഹൈൻഡ് 2 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? DNA പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് സ്പെസിഫിക് പൊസിഷനിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്ത് ഐഡന്റിഫൈ ചെയ്താണ് കട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. 6 ഡിഫറെന്റ് പെയേഴ്സ്, അതായത് ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ആ ഒരു നൈട്രജൻ പെയേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ കറക്റ്റ് ആൻസർ 6 ബേസ് പെയേഴ്സ് ആണ്. 6 ബേസ് പെയേഴ്സ്. അപ്പം 17ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇക്കോർ 1. അതിൽ CO റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഇക്കോർ 1 എന്താണ്? ഇക്കോളൈ ആണല്ലേ. അപ്പൊ CO റെപ്രസെന്റ് ചെയ്യുന്ന കോളൈ ആണല്ലോ. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് പാലിയൻട്രോപിക് സീക്വൻസ് ഇൻ DNA? പാലിയൻട്രോപിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു സീക്വൻസ്, ഒരു DNAയുടെ ഒരു സീക്വൻസ്, അത് തിരിച്ചിട്ടാലും എന്താണ്? സെയിം തന്നെ വരണം. അപ്പൊ എന്താണ്? GAATTC.
അതിന്റെ തിരിച്ചിട്ട് എന്ത് വരും? CTTAAG. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം ഒന്ന് തിരിച്ചിട്ട് നോക്കിക്കേ. പാലിയൻഡ്രോം അല്ല. ഇവിടെ എന്താണ് പാലിയൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ട്രാൻഡ്സ് നമ്മൾ എന്താണ് തിരിച്ചിട്ടാലും നമുക്ക് സെയിം തന്നെ വരും. മലയാളം നമ്മൾ തിരിച്ചിട്ടാലും എന്താണ് അതേ സെയിം വേർഡ് തന്നെ വരുന്നില്ല. അതുപോലെ ഇവിടെ പാലിയൻഡ്രോപിക് സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പാലിയൻഡ്രോപിക് സീക്വൻസ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ലിഗേസ് ആണ്. ഇനി ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് പ്ലാസ്മിഡ്? തന്നിട്ടുള്ള എക്സാമ്പിൾ, കുറെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൽ അസ്പർ നമ്മുടെ റെഫറൻസ് മെറ്റീരിയലിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പ്ലാസ്മിഡ് എന്ന് പറയുന്ന PBr322. എന്താണ് ഈ PBr322? PBr322 എന്ന് പറയുന്ന ഈക്കോളൈ ബാക്ടീരിയയുടെ ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡിനെയാണ് നമ്മൾ PBr322 എന്ന് പറയുന്നത്. ഇതിൽ അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിനെയാണ്. പി എന്ന് പറയുന്ന ബൊളീവറും ആർ എന്ന് പറയുന്ന റോഡ്രിഗസും ആണ്. 322 സൂചിപ്പിക്കുന്ന സ്ട്രെയിൻ നമ്പർ ആണ്. ഇനി അടുത്ത് ബാക്ടീരിയത്തിന്റെ പേരാണ് അഗ്രോബാക്ടീരിയ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നത്? ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ബാക്ടീരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്ലാന്റിന് ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യുന്ന ജീൻ ഇല്ല. പക്ഷെ ഈ അഗ്രോബാക്ടീരിയത്തിന് എന്താണ് നാച്ചുറൽ ആയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ TDNA നാച്ചുറൽ ആയിട്ട് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യസിന് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ അഗ്രോബാക്ടീരിയത്തിന്റെ ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കിക്കൊണ്ട് സയന്റിസ്റ്റുകൾ അതിനെ അസസ് ചെയ്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനെ മോഡിഫൈ ചെയ്ത് ക്ലോൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? അവരുടെ പാത്തോജനിക് പ്രോപ്പർട്ടി എടുത്ത് കളഞ്ഞിട്ട് പ്ലാന്റ്സിന് അത് ഒരു ഹാമും ചെയ്യാത്ത രീതിയിലാക്കി. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് എന്തെങ്കിലും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിൽ നമുക്ക് ബാക്ടീരിയൽ പ്ലാസ്മിഡും കൂടെ യൂസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന എന്താക്കി? Transformation of microparticles coated with the DNA to be bombarded with the gene gun made up. Gene gun എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ. അതായത് നമ്മൾ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡാണുള്ളത്. നമുക്ക് 2 മെത്തേഡിൽ ജീൻ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബയോളിസ്റ്റിക് മെത്തേഡിനെ പറ്റിയിട്ടാണ്. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ജീന് നമുക്ക് ഒരു ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അനിമൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതില് നമ്മൾ അനിമൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അനിമൽ സെല്ലിൽ നമ്മൾ എന്താണ് റീകോമ്പിനന്റ് DNA ഡയറക്റ്റ് ആയിട്ട് ഹോസ്റ്റിന്റെ ന്യൂക്ലിയസിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊസീജിയറിനെയാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ബയോലിസ്റ്റിക് ഓർ ജീൻ കൺ. ബയോലിസ്റ്റിക് അല്ലെങ്കിൽ ജീൻ കൺ എന്താണ്? പ്ലാന്റ് സെല്ലിൽ ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ പാർട്ടിക്കിൾസ് ഏതാണെന്ന് നോക്കിയാൽ ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് ഏതാണ്? ഗോൾഡ് ഓർ ടങ്സ്റ്റൺ ആണ്. 23ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി ബയോലിസ്റ്റിക് ജീൻ കൺ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ബയോലിസ്റ്റിക് ജീൻ കൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീകോമ്പിനന്റ് DNA പ്ലാന്റ് സെല്ലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബയോലിസ്റ്റിക് ജീൻ കൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ് സെല്ലാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, DNA precipitation out of a mixture biomolecules can be achieved by the treatment method. അതായത് നമുക്ക് DNA precipitate സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് അതിന് എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യണം? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ പ്രൊസീജിയർ ഒക്കെ? DNA precipitate കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ? ചിൽഡ് എത്തനോളുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ മെയിൻ ആയിട്ട് 6 ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് വരുന്നത്. അപ്പൊ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ 6 ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. പിന്നെ DNA ഫ്രാഗ്മെന്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പ്. അതിനുശേഷം ലിഗേഷൻ, കൾച്ചറിങ്, എക്സ്ട്രാക്ഷൻ. ഇതാണ് നമ്മുടെ DNA ടെക്നോളജിയുടെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത്? ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? നമുക്ക് വേണ്ട DNA, നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണമല്ലോ. അതാണ് എന്ത്? ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA ആണ്. അപ്പൊ നമുക്ക് ബാക്ടീരിയ സെല്ല്, അനിമൽസിന്റെ പ്ലാന്റ്, ബാക്ടീരിയാസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ജീന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ജീൻ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? എൻസൈംസ് യൂസ് ചെയ്തിട്ടല്ലേ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പം
നമുക്ക് ബാക്ടീരിയയിൽ നിന്ന് ഡിസൈഡ് ആയിട്ടുള്ള ജീൻ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ ലൈസോസൈം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്ടീരിയയിൽ നിന്ന് ഡിസൈഡ് ജീൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ലൈസോസൈമും, പ്ലാന്റ് സെല്ലിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, പ്ലാന്റ് സെല്ലിൽ നിന്ന് ഡിസൈഡ് ജീൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം സെല്ലുലേസ് ആണ്. ആൻഡ് ഫംഗസിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ജീൻ എക്സ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ്? കൈറ്റിനേസ് ആണ്. അതുപോലെ തന്നെ RNA എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? RNA എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈബോ ന്യൂക്ലിയസ് ഉപയോഗിക്കും. അപ്പൊ RNA എക്സ്ട്രാക്ട് ചെയ്യാൻ റൈബോ ന്യൂക്ലിയസ് യൂസ് ചെയ്യും. അതുപോലെ പ്രോട്ടീൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പ്രോട്ടീനേസ് യൂസ് ചെയ്യും. അപ്പൊ ഇതുപോലെ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യും. നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത DNA നമുക്ക് എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്ത DNA പ്രസിപ്പിറ്റേറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് നമുക്ക് വേണ്ട ഡിസൈഡ് DNA സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പൂളിംഗ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പൂളിംഗ്. അപ്പൊ ഈ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താണ്? ചിൽഡ് എത്തനോൾ ആണ്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? DNA പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ഓഫ് എ മിക്സർ ഓഫ് ബയോമോളിക്യൂൾസ്. ഈ ഒരു മിക്സറിൽ നിന്ന് നമുക്ക് വേണ്ട DNA പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? Which of the following enzyme is used in the case of fungus to cause the release of DNA along with 1 micro? അതായത് നമ്മൾ ഫംഗസിൽ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള DNA നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, കൈറ്റിനേസ് ആണ്. അതായത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഇനി അഗാരോസ്, നമ്മൾ സീവീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ജെല്ലാണ് അഗാരോസ്. അഗാരോസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്ത് പ്രോസസ്സിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അഗാരോസ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ജെൽ ഇലക്ട്രോഫോറസിനാണ്. നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. ജെൽ ഇലക്ട്രോഫോറസിസ് ഒക്കെ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്ന? ആ ഒരു ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? അഗാരോസ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു നാച്ചുറൽ പോളിമർ ആണ്. അപ്പൊ നമ്മൾ ഈ DNA ഫ്രാഗ്മെന്റ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ സൈസ്, അഗാരോസ് ജെല്ലി കൂടെ അത് കടന്നു പോകുന്ന സീവിംഗ് പ്രോപ്പർട്ടി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് കാണണമല്ലോ, അത് വിഷ്വലൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യും? അതിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യും. സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് എന്താണ്? എത്തീരിയം ബ്രോമൈഡ് ആണ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്റ്റെയിൻ ചെയ്തതിനു ശേഷം നമ്മൾ UV റേഡിയേഷനിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ DNA ഡിസൈഡ് DNA നമുക്ക് ഒരു നല്ല ഓറഞ്ച് കളറിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഈ സെപ്പറേറ്റ് ചെയ്ത DNA നമ്മൾ അഗാരോസ് ജെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എല്യൂഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഈ പ്രോസസ്സിനെ പറയുന്ന പേര് എല്യൂഷൻ എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ്? അഗാരോസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അഗാരോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെൽ ഇലക്ട്രോഫോറസിന് വേണ്ടിയിട്ടാണ് അഗാരോസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തത് നിങ്ങൾക്ക് പറയാമല്ലോ, വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത DNA നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെയിൻ ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്? എത്തീരിയം ബ്രോമൈഡ് യൂസ് ചെയ്തിട്ടല്ലേ സ്റ്റെയിൻ ചെയ്തത്. സ്റ്റെയിൻ ചെയ്തതിനു ശേഷം ഏത് ലൈറ്റിലാണ് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത്? UV ലൈറ്റിലാണ് എക്സ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ ആണ്. ഇനി അഗാരോസ് ഇലക്ട്രോഫോറസിൽ DNA മോളിക്യൂൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിന്റെയൊക്കെ ബേസിലാണ്? സൈസും പിന്നെ അതിന്റെ സീവിംഗ് പ്രോപ്പർട്ടിയാണ്. അത് ഈ ഓപ്ഷനിൽ ഇല്ല, അതുകൊണ്ട് സൈസ് ഉള്ളി. ഇനി അടുത്തത് എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ സ്റ്റെപ്സ്. അപ്പൊ പോളിമറൈസ് ചെയിൻ റിയാക്ഷന് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സിലബസിലുള്ള ഒരു പോർഷൻ ആണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് കിട്ടിയ ഡിസൈഡ് ജീനിനെ ആംപ്ലിഫൈ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. അപ്പം അതായത് നമ്മൾ ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്ത് കുറെ സ്ട്രാൻഡ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കത്തില്ല. ആ ഒരു പ്രൊസീജിയർ ആണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന് 3 ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ഡീനാച്ചുറേഷൻ ഉണ്ട്, അനീലിംഗ് ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പൊ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് അതിനെ സിംഗിൾ സ്ട്രാൻഡ് ആക്കി മാറ്റി. അതിനുശേഷം എന്താണ്? ടെമ്പറേച്ചർ ലോവർ ചെയ്തിട്ട് അതിലൂടെ DNA പ്രൈമേഴ്സ് അറ്റാച്ച് ചെയ്തു. ആ ഒരു പ്രോസസ്സാണ്. അതിനുശേഷം ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത് പുതിയ DNA സ്ട്രാൻഡ്സ് അതിൽ നിന്ന് ടാപ്പ് പോളി
ഡീനാച്ചുറേഷൻ, പിന്നെ അനീലിംഗ്, അത് കഴിഞ്ഞിട്ടാണ് എക്സ്റ്റൻഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ, ഇതിൽ നമ്മൾ ടാഗ് പോളിമറൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടാഗ് പോളിമറൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് DNA എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത്രയാകുമ്പോൾ ബയോ ടെക്നോളജി ആൻഡ് പ്രിൻസിപ്പൽ